ഗൈസ് ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തുടങ്ങാം. ഇമ്പോർട്ടൻറ്റ് തിയറി. ഓക്കെ, അപ്പോൾ നമുക്ക് തിയറീസ് കൂടുതൽ ചോദിക്കുന്ന ഏരിയാസ് ഏതാണ് എന്നുള്ള ഒരു ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിയറിക്ക് അങ്ങനെ ഒരു സ്പെസിഫിക്കലി ഒരു ഇന്ന ഏരിയയിൽ നിന്നാണ് തിയറി വരിക എന്നുള്ളത് ഏഹ്, പറയാൻ പറ്റൂല, അങ്ങനെയില്ല. പക്ഷെ നോർമൽ കേസസിൽ എക്സ്പ്ലനേഷൻ പാർട്ടിൽ ചോദിക്കാറുള്ള ഒന്ന് ഇൻകം ടാക്സ് തൊട്ട് നമ്മൾ ഓരോ ഏരിയാസിലും ചോദിക്കാൻ സാധ്യതയുള്ള തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഇൻകം ടാക്സ് ഇൻകം ടാക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇൻകം ടാക്സിൽ ചോദിക്കുന്ന തിയറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് റിലീഫ്സിൻ്റെ എക്സ്പ്ലനേഷൻ, അതൊരു ഇമ്പോർട്ടൻ്റ് ആ പ്രയോറിറ്റിയിലാണ് പറയുന്നത്. മിക്കപ്പോഴും ചോദിക്കുന്നതാണ്, നമ്മൾ കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻസിലും ചോദിച്ചുള്ള ഒരു സംഗതിയല്ലേ നമുക്ക് ലോസ് റിലീഫ്സിൻ്റെ ഓൾട്ടർനേറ്റീവ്സ്. ഇപ്പോൾ ഒരു സോൾ ട്രേഡർക്ക് ഒരു ലോസ് വന്നു, അപ്പോൾ ഏതൊക്കെ രീതിയിൽ ട്രേഡിംഗ് ലോസസിനെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും, അതൊരു തിയറട്ടിക്കൽ പാർട്ടായിട്ട് മോസ്റ്റ് ഓഫ് ദി സെഷൻസിലും ടെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തിയറട്ടിക്കൽ പാർട്ടായിട്ട് ടെസ്റ്റ് ചെയ്യുന്ന ഏരിയ നമ്മുടെ ഷെയർ സ്കീംസ്. ഓക്കെ, ടാക്സ് അഡ്വാൻറ്റേജ് ഓഫ് ഷെയർ സ്കീംസ്, നമ്മുടെ CSOP, EMI, സെയി സ്കീം, എസ് ഐ പി അങ്ങനെ അധികം ചോദിച്ചു കണ്ടിട്ടില്ല. CSOP, സെയി, ഇ എം ഐ മോസ്റ്റ് ഓഫ് സെഷൻസിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്കീംസിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ ചോദിക്കാറുണ്ട്. പിന്നെ ഇൻകം ടാക്സിൽ എംപ്ലോയ്മെൻറ്റിൽ വരുന്ന കാര്യങ്ങൾ, അത് തിയറി ആയിട്ടല്ല കമ്പ്യൂട്ടേഷൻ ആയിട്ടാണ് ചോദിക്കാറ്. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സിൽ മെയിനായിട്ട് ഈ ഒരു ഏരിയാസിൽ നിന്നാണ് തിയറട്ടിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. പിന്നെ നമ്മൾ CGT എടുത്തു കഴിഞ്ഞാൽ CGTയിലെ റിലീഫുകളുടെ കണ്ടീഷൻസ് അത് തിയറട്ടിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കാം. ഭയങ്കരമായിട്ട് ചോദിക്കാറില്ല CGT എന്ന്, ഭയങ്കര ഒരു വെയിറ്റേജിൻ്റെ എക്സാം നോർമലി എക്സാംസിന് ഭയങ്കരമായിട്ട് കണ്ടിട്ടില്ല. ചെറിയ രീതിയിലുള്ള കമ്പ്യൂട്ടേഷൻസ് ആണ് നോർമലി ചോദിക്കാറുള്ളത്. പക്ഷേ അതിൽ തിയറട്ടിക്കലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ടത് CGTയിലെ റിലീഫുകളുടെ കണ്ടീഷൻസ് ആണ്. ഓക്കെ, അതാണ് പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു സംഭവം തിയറട്ടിക്കലായിട്ടുള്ള ഏരിയാസിൽ. പിന്നെ കോർപ്പറേഷൻ ടാക്സിൽ, ഓക്കെ, കോർപ്പറേഷൻ ടാക്സിൽ നമുക്ക് തിയറട്ടിക്കലായിട്ട് ചെയ്യേണ്ടത്, കോർപ്പറേഷൻ ടാക്സിൽ കൂടുതൽ കമ്പ്യൂട്ടേഷൻസ് ആയിരിക്കും. തിയറട്ടിക്കലായിട്ട് ഗ്രൂപ്പിൻ്റെ ആസ്പെക്റ്റുകളുടെ തിയറി അറിഞ്ഞിരിക്കണം. ഓക്കെ, ഗ്രൂപ്പുകളിലുള്ള റിലീഫുകൾ, അതേപോലെ കമ്പനീസിൻ്റെ ലോസ് റിലീഫ്. പിന്നെ തിയറി ആയിട്ട് കമ്പനീസിൽ ചോദിക്കുന്നത്, പിന്നെ ബാക്കിയുള്ളതെല്ലാം കമ്പ്യൂട്ടേഷൻസ് തന്നെ. ഓരോ സിറ്റുവേഷൻസിൽ കമ്പ്യൂട്ടേഷൻസ് തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആണ് കൂടുതൽ ചോദിക്കുക. ഓക്കെ, പിന്നെ നമുക്ക് തിയറട്ടിക്കൽ എക്സ്പ്ലനേഷൻ വരുന്നത് വാറ്റിലും ISTയിലുമാണ്. വാറ്റിലും തിയറട്ടിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ IHTയിൽ തിയറി ആയിട്ട് ചോദിക്കുന്നത്, നമുക്ക് എങ്ങനെയൊക്കെ ടാക്സ് പ്ലാനിങ്ങിൽ എങ്ങനെയൊക്കെ ടാക്സ് റെഡ്യൂസ് ചെയ്യാം, അതായത് ലൈഫ് ടൈമിൽ നമ്മൾ ഗിഫ്റ്റുകൾ കൊടുക്കുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, അതിൻ്റെ തിയറട്ടിക്കൽ എക്സ്പ്ലനേഷൻ, അതായത് ടാക്സ് പ്ലാനിങ് ഓഫ് IHT, അത് തിയറട്ടിക്കലായിട്ട് മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. പിന്നെ അതേപോലെ മിക്കവാറും സെഷൻസിൽ ചോദിക്കുന്നതാണ് ബി പി ആറിൻ്റെ കണ്ടീഷൻസ്. ഓക്കെ, BPRൻ്റെ കണ്ടീഷൻസ്, ലൈഫ് ടൈമിൽ BPR ക്വാളിഫൈ ചെയ്യുന്ന അസറ്റ്സ്, പിന്നെ അതേപോലെ ഡെത്തിൻ്റെ സമയത്ത് BPR കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻസ്, അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് IHTയിൽ APR ഒന്ന് നോക്കി വെച്ചോ, പക്ഷെ എല്ലാ സെഷനിലും കണ്ടിന്യൂസ്ലി ടെസ്റ്റ് ചെയ്യുന്ന സംഭവം BPR ആണ്. അപ്പോൾ IHTയിൽ തിയറട്ടിക്കൽ എക്സ്പ്ലനേഷൻ വരുന്ന ഏരിയാസ് IHT പ്ലാനിങ്, BPR, ഇതാണ് IHTയിൽ വരാം. പിന്നെ വാറ്റിലേക്ക് വരുമ്പോൾ അവിടെ തിയറട്ടിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻ വരുന്നത് നമ്മുടെ സ്കീംസിലാണ്. സ്കീമുകളുടെ കണ്ടീഷൻസ്, അതിൽ ഓരോ സ്കീമിലും ജോയിൻ ചെയ്താലുള്ള അഡ്വാൻറ്റേജ്, പിന്നെ അതേപോലെ വാറ്റിൻ്റെ രജിസ്ട്രേഷൻ, പിന്നെ അതേപോലെ വാറ്റിൽ എപ്പോഴും ചോദിക്കുന്ന തിയറട്ടിക്കലായിട്ടുള്ള ഒരു ഏരിയ ഇമ്പയർമെൻറ്റ് ലോസ് റിലീഫ്. ഓക്കെ, ഇപ്പം ഇത്രയും ഏരിയാസ് ആണ് തിയറട്ടിക്കലായിട്ട് ചോദിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സിലൊക്കെ എക്സ്പ്ലനേഷൻ വരുന്നത് നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ, നമുക്കൊരു കമ്പ്യൂട്ടേഷനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ക്വിക്ക് സക്സഷൻ റിലീഫ് അങ്ങനെ ചോദിച്ചധികം കണ്ടിട്ടില്ല. QSR ഒന്നും അങ്ങനെ വലിയ രീതിയിൽ ചോദിച്ച് കണ്ടിട്ടില്ല IHTയിൽ. ഇത് ഈ ഈ BPR ആണ് നമുക്ക് റിലീഫുകളിൽ IHTന്ന് എപ്പോഴും ചോദിക്കാറുള്ളത്. മിക്കവാറും എല്ലാ സെഷനിലും ഉണ്ട് BPR. ഓക്കെ, പിന്നെ ഇതാണ് ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തിയറിറ്റിക്കലായിട്ട് ഡയറക്റ്റ്ലി ടെസ്റ്റ് ചെയ്യുന്ന ഏരിയാസ് ഇതൊക്കെയാണ്. റീസെൻ്റ്ലി ഉള്ള എക്സാംസിൽ കണ്ടിന്യൂസ്ലി ടെസ്റ്റ് ചെയ്ത കാര്യങ്ങളാട്ടോ. ഇത് തന്നെയാണ് മോസ്റ്റ് പ്രോബബിളി നമ്മുടെ എക്സാംസിനും കമ്മിങ് എക്സാംസിനും ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. കാരണം ATX ഒരിക്കലും ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു പേപ്പർ അല്ല.
കണ്ടിന്യൂസ്ലി ഉള്ളൊരു പാറ്റേണിൽ തന്നെ വരുന്നൊരു പേപ്പറാണ് ATX. ഓക്കെ, അപ്പോൾ എന്നാലും നമുക്ക് ISTയുടെ തിയററ്റിക്കൽ എക്സ്പ്ലനേഷൻ ഒക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെ എന്നാൽ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാം. അതിൽ അത്യാവശ്യം ഈ പറഞ്ഞ കാര്യങ്ങൾ, തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത്യാവശ്യം എല്ലാ ടാക്സുകളും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് തോന്നുന്നു IHTയും കോർപ്പറേഷൻ ടാക്സും ഇൻകം ടാക്സും എല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ഒരു 50 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഗെയിൽ ആൻഡ് ബ്രാഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? IHT, എത്തിക്സ്, ഇൻകം ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്, കോർപ്പറേഷൻ ടാക്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ വാറ്റ് ഒഴികെ ബാക്കിയെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഗെയിൽ ആൻഡ് ബ്രാഡ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തിട്ട് ബാക്കിയുള്ള എല്ലാം ഡിസ്കസ് ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള ടോപ്പിക്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഇവിടുത്തെ സിനാരിയോ എന്താണ് എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. You should assume that today's date is 1st June 2025. Your manager has had a meeting with Gail and her father Brad, both of whom are clients of your firm. Gail on the wall of the ordinary share capital of Aero Limited. അഡ്വൈസ് റിക്വയർഡ്. അപ്പോൾ സിറ്റുവേഷൻ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഗെയില്, അതേപോലെ ഗെയിലിൻ്റെ ഫാദർ ബ്രാഡ് നമ്മുടെ ക്ലയൻസ് ആണ്. അപ്പോൾ അതിൽ ഗെയിലിന് എയ്റോ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 100% ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. ഓക്കെ, ദെൻ അഡ്വൈസസ് വേണ്ടത് ദി കോർപ്പറേഷൻ ടാക്സ് ഇഷ്യൂസ് ഇൻ റിലേഷൻ ടു ഡിസ്പോസൽസ് ഓഫ് ബിൽഡിംഗ് ആൻഡ് സം ഷെയർസ്. ഓക്കെ, അപ്പോൾ ബിൽഡിങ്ങും ഷെയർസ് ഒക്കെ സെല് ചെയ്യുമ്പോഴുള്ള കോർപ്പറേഷൻ ടാക്സിൽ വരുന്ന ഇംപ്ലിക്കേഷൻസ്. ദെൻ ദി എക്സ്ട്രാക്ഷൻ ഓഫ് ഫണ്ട്സ് ഫ്രം എ കമ്പനി ആസ് ഐദർ ബോണസ് ഓ എ ഡിവിഡൻഡ്. നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു പാറ്റേണിലുള്ള ഒരു സംഭവം, ബോണസ് ആണോ ഡിവിഡൻഡ് ആയിട്ട് വിഡ്രോ ചെയ്യുമ്പോഴുള്ള ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേഷൻ ടാക്സ് ഇംപ്ലിക്കേഷൻസ്. ദെൻ ദി കോൺസിക്വൻസ് ഓഫ് നോൺ ഡിസ്ക്ലോഷർ ഓഫ് ഇൻകം. നമ്മുടെ എത്തിക്സിൻ്റെ പാർട്ടാണ്. ഡിസ്ക്ലോഷർ, അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻകംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് മെഷേഴ്സാണ് എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ IHT കോൺസിക്വൻസസ് ഓഫ് ലൈഫ് ടൈം ഗിഫ്റ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ അഡ്വൈസ് ആണ് നമ്മൾ കൊടുക്കാനുള്ളത് ഈ ക്വസ്റ്റ്യനിൽ. ദെൻ 4 എക്സിബിറ്റ്സ് ഉണ്ട്. മെമ്മോറാണ്ടം പ്രിപ്പയർഡ് ബൈ യുവർ മാനേജർ അബൌട്ട് ഗെയിൽ, ഷെഡ്യൂൾ പ്രിപ്പയർഡ് ബൈ മിൽ, എ ജൂനിയർ മെമ്പർ ഓഫ് യുവർ ഫേംസ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ ബ്രാഡിൻ്റെ മെമ്മോറാണ്ടം, ദെൻ വർക്ക് ടു ബി ക്യാരിഡ് ഔട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാനേജറുടെ മെയിൽ. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ മാനേജറുടെ മെയിലിലേക്ക് നമുക്ക് പോകാം. റിക്വയർമെന്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റിക്വയർമെന്റ്, പ്ലീസ് പ്രിപ്പയർ എ ബ്രീഫിംഗ് നോട്ട്സ് ടു അഡ്രസ് ദി ഫോളോയിങ്. അപ്പോൾ നോട്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് അതിൽ വലിയൊരു ഫോർമാറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, നോട്ട് ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാം. ഫോർമാറ്റ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാം. ഓക്കെ, അതിൽ ചെയ്യേണ്ടത് ഷെഡ്യൂൾ പ്രിപ്പയർഡ് ബൈ മിൽ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ റിക്വയർമെൻ്റ് ആണ്. അപ്പോൾ ആദ്യത്തെ റിക്വയർമെൻ്റ് ആകുമ്പോൾ നമ്മൾ നേരെ ആ സാധനം അങ്ങ് കോപ്പി ചെയ്യാം. ഈ സാധനം നേരെ കോപ്പി പേസ്റ്റ് അടിക്കുക റിക്വയർമെൻറ്റിൽ. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? I can confirm that there are no computational errors in the schedule, but I suspect that Mill will have made a few technical errors. Okay. മില്ല് എന്ന് പറയുന്നത് നമ്മുടെ ജൂനിയർ ടാക്സ് പ്രാക്ടീഷണർ ആണ്. അപ്പോൾ അവിടെ എന്തോ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെന്നാണ് ആരോ വിശ്വസിക്കുന്നത്. ദെൻ പ്ലീസ് ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ എനി എറേഴ്സ് ഇൻ ദി ഷെഡ്യൂൾ. Explain whether or not the notes to the schedule are not correct, and calculate the correct amount of total cash available to pay to Gail. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം, അത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ നോട്ട്സിൽ കറക്റ്റ് അല്ലാത്ത കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ദി ഫോളോയിങ് മൂവ്മെൻറ്റ് ഇൻ ദി റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് ഷുഡ് ബി യൂസ്ഡ് വേർ നെസസറി. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടേഷൻ്റെ പർപ്പസിനുള്ള ഇൻഡെക്സേഷൻ ഫാക്ടേഴ്സ് തന്നിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ അത് കോർപ്പറേഷൻ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണല്ലോ. മക്കളെ വീഡിയോ ഒന്ന് കുറച്ച് നേരം പോസ് ചെയ്യാം കേട്ടോ. രാവിലെ മുതൽ ഈ സിസ്റ്റം തന്നെ നോക്കിയിരുന്നിട്ടേ കണ്ണുവേന എടുക്കുന്നു. അപ്പോൾ ബ്രൈറ്റ്നസ് കുറച്ച് കുറച്ചിട്ടാൽ ഓക്കെ. സോ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് എന്താ, റിക്വയർമെന്റ് എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് നോക്കുക. അപ്പോൾ റിക്വയർമെന്റിൽ പറഞ്ഞിരിക്കുന്നത് ഐഡന്റിഫൈ ആൻഡ് എക്സ്പ്ലെയിൻ എനി എറേഴ്സ് ഇൻ ദി ഷെഡ്യൂൾ. അപ്പോൾ ഷെഡ്യൂളിലുള്ള എറേഴ്സ് ഐഡന്റിഫൈ ചെയ്യണം, അത് എക്സ്പ്ലെയിൻ ചെയ്യണം, പിന്നെ ചെയ്യേണ്ടത് എന്താണ്, ആൻഡ് കാൽക്കുലേറ്റ് ദി കറക്റ്റ് എമൗണ്ട് ഓഫ് ടോട്ടൽ ക്യാഷ് അവൈലബിൾ ടു പേ ടു ഗെയിൽ. അപ്പോൾ അതിൽ എന്തൊക്കെ എറേഴ്സ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം, കറക്റ്റ് എമൗണ്ട് കാൽക്കുലേറ്റും ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവരും വരുന്ന ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എക്സ്പ്ലനേഷൻ ആൻഡ് കാൽക്കുലേഷൻ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം, ക്വസ്റ്റ്യനിലേക്ക് വരാം. സോ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ പറയുന്നത് എക്സ്ട്രാക്ട് ഫ്രം എ മെമ്മോറാണ്ടം പ്രിപ്പയർഡ് ബൈ യുവർ മാനേജർ dated 1st June 2025. ഇപ്പോൾ മാനേജറുടെ മെമ്മോറാണ്ടം നോക്കാം. ഗെയിൽ വാസ് ബോൺ ഇൻ 1977 and is resident and domiciled in the UK. She owns the whole of the ordinary share capital of Aero Limited and works full-time as a director of the company. A Limited owns the whole of the ordinary share capital of Sapphire Limited, Z Limited. ഓക്കെ, അപ്പോൾ അത് എയറോ ലിമിറ്റഡിൻ്റെയും സെഫയർ ലിമിറ്റഡിൻ്റെയും ഷോർട്ടാണ് എ ലിമിറ്റഡ് ആൻഡ് സെഡ് ലിമിറ്റഡ്. A Limited and Z Limited are both UK resident trading companies. A Limited and Z Limited both pay corporation tax at the main rate. അപ്പോൾ രണ്ടും 25% കോർപ്പറേഷൻ ടാക്സ് പേ ചെയ്യുന്ന രണ്ട് കമ്പനീസ് ആണ്. ദെൻ ഹിസ്റ്റോറിക്കൽ ട്രാൻസാക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് A Limited and Z Limited. All transaction took place at market value. ഓക്കെ, അപ്പോൾ രണ്ട് കമ്പനിയുടെയും പണ്ട് നടന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഓൺ 1st January 2017, A Limited acquired the whole of the ordinary share capital of Z Limited for 180,000. 2017 ഈ അക്വിസിഷൻ നടക്കുന്നത്. Then 1st October 21, A Limited sold a building, the Simpson building, to Z Limited for 110,000. A Limited had purchased this building for 75,000 on 1st December 2013. ഓക്കെ, അപ്പോൾ 2013 മേടിച്ചൊരു ബിൽഡിംഗ് എ ലിമിറ്റഡ് സെഡ് ലിമിറ്റഡിന് സെല് ചെയ്തു. ഓക്കെ, ദെൻ 1st March 2023 അടുത്ത ട്രാൻസാക്ഷൻ. എ ലിമിറ്റഡ് സോൾഡ് എ ബ്രാൻഡ് ടു സെഡ് ലിമിറ്റഡ് ഫോർ 170,000. ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ അറ്റ് ദി ടൈം വാസ് 230,000. എ ലിമിറ്റഡ് ഹാഡ് പർച്ചേസ്ഡ് ദിസ് ബ്രാൻഡ് ഫോർ 115,000 ഓൺ 1st June 2019. ഓക്കെ, അപ്പോൾ എ ലിമിറ്റഡ് സെഡ് ലിമിറ്റഡിന് ഒരു ബ്രാൻഡ് സെല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2017 എ ലിമിറ്റഡ് സെഡ് ലിമിറ്റഡിന് മേടിച്ചു. 2021 എ ലിമിറ്റഡ് സെഡ് ലിമിറ്റഡിന് ഒരു സിംസൺ ബിൽഡിംഗ് സെല് ചെയ്തു. ദെൻ 2023 എ ലിമിറ്റഡ് ഒരു ബ്രാൻഡ് സെഡ് ലിമിറ്റഡിന് സെല് ചെയ്തു. ഇത്രയാണ് ഹിസ്റ്റോറിക്കൽ ട്രാൻസാക്ഷൻ ഓഫ് എ ലിമിറ്റഡ് ആൻഡ് സെഡ് ലിമിറ്റഡ്. ഓക്കെ, ദെൻ ഇനി പ്രപ്പോസ്ഡ് ട്രാൻസാക്ഷൻ, ഓൾ ട്രാൻസാക്ഷൻ വിൽ ടേക്ക് പ്ലേസ് ഓൺ അറ്റ് മാർക്കറ്റ് വാല്യൂ. അപ്പോൾ ഇനി പ്ലാൻ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് ഇതൊക്കെയാണ്. ഗെയിൽ intends to raise a substantial sum of money by carrying out the following transactions. Okay, 24 June 2025, Z Limited will sell the Simpson building to an unrelated purchaser for 140,000. Rollover relief will not be claimed in respect of this disposal. ഓക്കെ, അപ്പോൾ സെഡ് ലിമിറ്റഡ് 140,000 സിംസൺ ബിൽഡിംഗ് സെല് ചെയ്യും. അപ്പോൾ ഈ സിംസൺ ബിൽഡിംഗ് ആക്ച്വലി എ ലിമിറ്റഡ് സെഡ് ലിമിറ്റഡിന് സെല് ചെയ്ത ബിൽഡിംഗ് ആണ്. അത് സെഡ് ലിമിറ്റഡ് ഒരു മറ്റൊരാൾക്ക് സെല് ചെയ്യുന്നു. ഓക്കെ, സെഡ് ലിമിറ്റഡ് വിൽ പേ എ ഡിവിഡൻഡ് ടു എ ലിമിറ്റഡ് ഈക്വൽ ടു ദി പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സ് ഓഫ് ദി സെയിൽ. അതായത് സെഡ് ലിമിറ്റഡിൻ്റെ 100% പാരൻ്റ് ആണ് എ ലിമിറ്റഡ്. അപ്പോൾ ഈ ഡിസ്പോസൽ, സെഡ് ലിമിറ്റഡ് ഈ ഡിസ്പോസൽ നടത്തി കഴിഞ്ഞ് കിട്ടുന്ന കംപ്ലീറ്റ് പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സും ഡിവിഡൻ്റ് ആയിട്ട് എ ലിമിറ്റഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അതാണ് ആദ്യം നടക്കാൻ പോകുന്ന ട്രാൻസാക്ഷൻ. ദെൻ ദെയർ ആഫ്റ്റർ 1st July 2025 എ ലിമിറ്റഡ് വിൽ സെൽ ദി വോൾ ഓഫ് ദി ഓർഡിനറി ഷെയർ ക്യാപിറ്റൽ ഓഫ് സെഡ് ലിമിറ്റഡ് ഫോർ 250,000. ഇപ്പോൾ 25 ജൂലൈ ആകുമ്പോൾ എ ലിമിറ്റഡ് കംപ്ലീറ്റ് ഷെയർസും സെഡ് ലിമിറ്റഡിൻ്റെ 100% ഷെയർസും സെൽ ചെയ്യും. Then 15th July, all of the cash realized by A Limited as a result of the transaction 1 and 2 will be paid to GAIL in the form of either a dividend or a bonus. അപ്പോൾ ഗെയിലിന് വലിയൊരു ഹ്യൂജ് എമൗണ്ടിൻ്റെ ആവശ്യമുള്ളതുകൊണ്ടാണ് ഈ ബിൽഡിങ്ങും ഷെയർസ് എല്ലാം സെല് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം എ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ പേരിലാണ് ഇതൊക്കെ ഉള്ളത്.
അപ്പോൾ ഇതെല്ലാം വിറ്റിട്ട് കിട്ടുന്ന എമൗണ്ട് എ ലിമിറ്റഡ് ഓണറായിട്ടുള്ള ഗെയിലിന് ട്രാൻസ്ഫർ ചെയ്യും. അത് ഡിവിഡൻ്റ് ആയിട്ടോ ബോണസ് ആയിട്ടോ ട്രാൻസ്ഫർ ചെയ്യും. അതിൻ്റെ കമ്പ്യൂട്ടേഷൻ നമ്മൾ ചെയ്യാനുണ്ടാവും. ഓക്കെ. പിന്നെ അതിനുശേഷം ഒരു നോൺ ഡിസ്ക്ലോഷർ ഇൻകം പറയുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും ആദ്യത്തെ റിക്വയർമെൻറ്റിന് ആവശ്യമുള്ളതായിരിക്കില്ല, കാരണം അത് എത്തിക്സിൻ്റെ പോർഷൻ അല്ലേ. അപ്പോൾ ആ പോർഷൻ വരുമ്പോൾ നമുക്ക് ഈ നോൺ ഡിസ്ക്ലോഷർ ഓഫ് ഇൻകം വായിക്കാം. ഓക്കെ. ഇനി എക്സിബിറ്റ് 2-ലാണ് ഷെഡ്യൂൾഡ് പ്രിപ്പയർ ബൈ മിൽ. അതായത് മില്ല് നമ്മുടെ ജൂനിയർ ആണ്. അപ്പം മില്ല് പ്രിപ്പയർ ചെയ്ത ഷെഡ്യൂളാണിത്. ഓക്കെ. അപ്പം മില്ലിൻ്റെ പ്രിപ്പറേഷൻ അനുസരിച്ചിട്ട് ഇതിലെന്തെങ്കിലും കറക്ഷൻ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഇതിലെന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ. അപ്പോൾ ഇതിൽ ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന സംഭവം ഇതാണ്: ക്യാഷ് വിച്ച് വിൽ ബി അവൈലബിൾ ടു പേ ടു ഗെയിൽ ആസ് എ റിസൾട്ട് ഓഫ് ദി പ്രപ്പോസ്ഡ് ട്രാൻസാക്ഷൻ 1 and 2. അപ്പോൾ ഓൾറെഡി ഇതിൽ 1 and 2 ട്രാൻസാക്ഷനിലെ പ്രപ്പോസ്ഡ് കാൽക്കുലേഷൻ മില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ സെഡ് ലിമിറ്റഡ് 140,000-ൻ്റെ പ്രോപ്പർട്ടി 140,000-ന് സിംസൺ ബിൽഡിംഗ് വിൽക്കുമ്പോഴുള്ള കമ്പ്യൂട്ടേഷൻ ഇവിടെ ചെയ്തിട്ടുണ്ട് മില്ല്. അപ്പോൾ അതാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ കമ്പ്യൂട്ടേഷൻ ആദ്യം ചെയ്യാം, എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻസ് പറയാം. അപ്പോൾ കുറച്ചും കൂടി സുഖം ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് ആക്ച്വലി പ്രോപ്പർട്ടി ഈ സിംസൺ ബിൽഡിംഗ് ഇവർ സെല്ല് ചെയ്യുന്നത് 140,000-നാണ്. അതിൻ്റെ കോസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് 110,000 ആണ്. അത് ഒരു മിസ്റ്റേക്ക് അല്ലേ? അതായത് നമുക്ക് ഇവിടെ കമ്പ്യൂട്ടേഷൻ അപ്പം എങ്ങനെ വരണം? ഇവിടെ ഇതെന്താണ് ചെയ്തിരിക്കുന്നത്? ക്യാഷ് അവൈലബിൾ ടു പേ ഗെയിൽ. ഈ കാൽക്കുലേഷൻ നമുക്ക് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ കാൽക്കുലേഷനിൽ അപ്പോൾ ഈ കാൽക്കുലേഷനിൽ വന്ന മിസ്റ്റേക്സ് ഒന്ന് പറഞ്ഞാൽ പ്രൊസീഡ്സ് നമ്മൾ 140,000 ആയിട്ട് എടുക്കും. ഓക്കെ. പ്രൊസീഡ്സ് വിൽ ബി 140,000. ദെൻ അതിൻ്റെ കോസ്റ്റായിട്ട് ഇത് ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസാക്ഷൻ നടന്ന അസറ്റ് അല്ലേ. നമുക്ക് ഗ്രൂപ്പുകൾ തമ്മിൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ രണ്ട് കമ്പനീസ് എ ലിമിറ്റഡും സെഡ് ലിമിറ്റഡും 75% ഗ്രൂപ്പ് മെമ്പറാണ്, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് ഗ്രൂപ്പ് മെമ്പറാണ്. ഓക്കെ. അപ്പോൾ 100% സബ്സിഡിയറി അല്ലേ. സോ ദേ ഹാവ് ബീൻ ഇൻ ദി ക്യാപിറ്റൽ ഗെയിൻസ് ഗ്രൂപ്പ്. അപ്പോൾ അവർ തമ്മിൽ ഒരു അസറ്റിൻ്റെ സെയിൽ നടക്കുമ്പോൾ അത് നോ ഗെയിൻ നോ ലോസ് ബേസിസിലാണ് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഈ സെഡ് ലിമിറ്റഡ് ഈ അസറ്റ് സെല്ല് ചെയ്യുമ്പോൾ 140,000 പ്രൊസീഡ്സ് കിട്ടും. ഓക്കെ. പ്രൊസീഡ്സ് 140,000 കിട്ടും. ഇനി അതിൻ്റെ കോസ്റ്റ് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാ? ആദ്യം ഗ്രൂപ്പിന് വന്ന കോസ്റ്റ് എടുക്കും. ഗ്രൂപ്പിൻ്റെ കോസ്റ്റാണ് ഇതിലെ കോസ്റ്റായിട്ട് എടുക്കുക. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലനേഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഈ സിംസൺ ബിൽഡിങ് എ ലിമിറ്റഡ് പർച്ചേസ് ചെയ്തത് 2013 75,000-നാണ്. ഓക്കെ. അത് എ ലിമിറ്റഡിൻ്റെ അടുത്ത് നിന്ന് സെഡ് ലിമിറ്റഡ് മേടിച്ചത് 110,000-നാണ്. അപ്പോൾ സെഡ് ലിമിറ്റഡിൻ്റെ കോസ്റ്റ് 110,000 ആണ്, ശരിയാണ്. പക്ഷേ ഗ്രൂപ്പിലുള്ള ക്യാപിറ്റൽ ഗെയിൻസ് ഗ്രൂപ്പിലുള്ള കമ്പനീസ് തമ്മിൽ ഒരു സെയിൽ നടക്കുമ്പോൾ അത് നോ ഗെയിൻ നോ ലോസ് ബേസിസിലായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവിടെ 110,000-ന് മേടിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ കോസ്റ്റ് തന്നെയാണ് പ്രൊസീഡ്സ് ആയിട്ട് കാണിക്കുക. ഓക്കെ. അപ്പോൾ ഇവരുടെ കോസ്റ്റായിട്ട് നമുക്ക് കാണിക്കേണ്ടത് കോസ്റ്റ് ഓഫ് എ ലിമിറ്റഡ് എത്രയാണെന്ന് നമ്മൾ നോക്കുക. എ ലിമിറ്റഡ് ഇത് മേടിച്ചത് 75,000-നാണ്. ദെൻ എ ലിമിറ്റഡ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇത് എ ലിമിറ്റഡ് പർച്ചേസ് ചെയ്തത് 2013-ലാണ്. എ ലിമിറ്റഡ് ഇത് സെഡ് ലിമിറ്റഡിന് ട്രാൻസ്ഫർ ചെയ്യുന്നത് 2021-ലാണ്. ഓക്കെ. അപ്പോൾ 21 ആകുമ്പോഴേക്കും അതിനൊരു ഇൻഡെക്സേഷൻ വരും. ഓക്കെ. സോ ഇൻഡെക്സേഷൻ എത്ര എമൗണ്ട് വരുന്നുണ്ട് നമ്മൾ നോക്കും. അപ്പോൾ ഇൻഡെക്സേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇൻഡെക്സേഷൻ കണ്ടുപിടിക്കുന്നത് ഈ 75,000 മുടക്കിയത് 2013-ലും ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് 21-ലും. അപ്പോൾ നമുക്ക് ഇൻഡെക്സേഷനിൽ മാക്സിമം 2017 വരെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് റിക്വയർമെൻറ്റിൽ തന്നിട്ടുണ്ട് ഇൻഡെക്സേഷൻ ഫാക്ടർ ഫ്രം 2013 ടു ഡിസംബർ 2017. ഇൻഡെക്സേഷൻ ഫാക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 0.097 ആണ് ഇൻഡെക്സേഷൻ ഫാക്ടർ. അപ്പോൾ അതേ നമ്മൾ എടുക്കുകയുള്ളൂ. ഓക്കെ. 21 വരെ തന്നു കഴിഞ്ഞാൽ നമ്മളത് എടുക്കത്തില്ല. 0.097. അപ്പോൾ ഇത്രയും എമൗണ്ട് ഓഫ് ഇൻഡെക്സ്ഡ് കോസ്റ്റും കൂടെ ഇൻഡെക്സേഷൻ കൂടി ആ കോസ്റ്റിന് വന്നിട്ടുണ്ടാവും.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കോസ്റ്റായിട്ട് ഈ അസറ്റിൻ്റെ കോസ്റ്റായിട്ട് ഇവരെടുക്കേണ്ടത് ആ ഗ്രൂപ്പിൻ്റെ കോസ്റ്റാണ്, ഗ്രൂപ്പിൻ്റെ ഇൻഡെക്സ്ഡ് കോസ്റ്റാണ്. സോ കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുക ഈ എമൗണ്ട് ആണ്. ഓക്കെ, 82,275 ആണ് കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഡിസ്പോസലിൽ ഉള്ള ചാർജബിൾ ഗെയിൻ ഈ എമൗണ്ട് ആയിരിക്കും. ഈ ഡിസ്പോസലിലുള്ള ചാർജബിൾ ഗെയിൻ ഇത്ര എമൗണ്ട് ഉണ്ടാവും, 57,725 ചാർജബിൾ ഗെയിൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പിന്നെ എന്താണ് അവർ ചെയ്തിരിക്കുന്നത്? അപ്പോൾ ചാർജബിൾ ഗെയിൻ കണ്ടു. അപ്പോൾ ഈ കമ്പ്യൂട്ടേഷനിൽ നമ്മൾ ഈ സംഭവം കറക്റ്റ് ചെയ്തു. അപ്പോൾ ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യണേ, നമുക്ക് എറേഴ്സ് ഫൈൻഡ് ഔട്ടും ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യുകയും വേണം. അപ്പോൾ ഇത് നമ്മൾ ഈ ഫൈൻഡ് ഔട്ട് ചെയ്ത എറേഴ്സ് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇനി അത് എക്സ്പ്ലെയിനും കൂടി ചെയ്യണം കേട്ടോ ഇത് കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇത്ര എമൗണ്ട് ചാർജബിൾ ഗെയിൻ വരും. ദെൻ ഈ ചാർജബിൾ ഗെയിനിൻ്റെ മേലെ ഇവർ പേ ചെയ്യേണ്ട ടാക്സ് സെഡ് ലിമിറ്റഡ്, ഇതിൻ്റെ മേലെ കോർപ്പറേഷൻ ടാക്സ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ട് കമ്പനീസും ഹയർ റേറ്റിൽ ടാക്സ് പേ ചെയ്യുന്ന കമ്പനീസാണ്. സോ കോർപ്പറേഷൻ ടാക്സ് 25% തന്നെയാണ്. ഓക്കെ, അപ്പോൾ 57,725 ഗെയിൻ ഉണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടൊരു 25% കോർപ്പറേഷൻ ടാക്സ് വരും. അപ്പോൾ ഒരു 14431 ഇത്ര എമൗണ്ട് കോർപ്പറേഷൻ ടാക്സ് ഇവർക്ക് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ കോർപ്പറേഷൻ ടാക്സ് വന്നു ഇത്ര എമൗണ്ട് 14,431 കോർപ്പറേഷൻ ടാക്സ് വന്നു. അപ്പോൾ ഇതിൽ ഈ അസറ്റ് സെല്ല് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ട് വരുന്ന കോർപ്പറേഷൻ ടാക്സ് ഈ 14,431 ആണ്. അപ്പോൾ ഇതിൽ എത്ര എമൗണ്ട് അപ്പോൾ ഗെയിലിന് എടുക്കാൻ പറ്റും? ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ടു ഗെയിൽ അത് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ള തീരുമാനമായിട്ടില്ല. അതെങ്ങനെ ഡിവിഡൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ബോണസ് ആയിട്ടോ സാലറി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 140,000 ഈ അസറ്റ് സെല്ല് ചെയ്തപ്പോൾ പ്രൊസീഡ്സ് ഇവർക്ക് കിട്ടി, കമ്പനിയിൽ കിട്ടി. അപ്പോൾ ആ 140,000 ഗെയിനിൽ ഒരു 14,431 അത് റിലേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേഷൻ ടാക്സിൻ്റെ മേലെ കോർപ്പറേഷൻ ടാക്സ് വരും. ഓക്കെ, അപ്പോൾ അത് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഒരു 125,569 ഇത്ര എമൗണ്ട് ഗെയിലിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ക്യാഷ് വിച്ച് വിൽ ബി അവൈലബിൾ ടു പേ ടു ഗെയിൽ. അപ്പോൾ ആദ്യത്തെ ട്രാൻസ്ഫർ വെച്ചിട്ട് ഇവിടെ രണ്ട് കാര്യങ്ങളല്ലേ പറയുന്നത്. ഒന്ന്, ഈ സിംസൺ ബിൽഡിംഗ് അവർ സെല്ല് ചെയ്തു, അതിൽ 140,000 കിട്ടി. ആ 140,000 കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റിയും കഴിച്ചിട്ട് ബാക്കി 125,569 ഗെയിലിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ അവിടെ നടക്കുന്നത് എ ലിമിറ്റഡ് സെഡ് ലിമിറ്റഡിൻ്റെ ഷെയർ മുഴുവൻ സെല്ല് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ഇത് നടക്കുന്നത് പ്രൊസീഡ്സ് ഓൺ സെയിൽ ഓഫ് സെഡ് ലിമിറ്റഡ്. അപ്പോൾ സെഡ് ലിമിറ്റഡിനെയും ഇവർ സെല്ല് ചെയ്യുന്നുണ്ട്. സെല്ല് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രൊസീഡ്സ് 250,000 ആണ്. എ ലിമിറ്റഡിന് കിട്ടുന്ന പ്രൊസീഡ്സ് 250,000 ആണ്. അപ്പോൾ ഇത് വിൽക്കുമ്പോൾ CGT പേ ചെയ്യേണ്ടി വരില്ല. ഓക്കെ, ഇതിൽ CGT പേ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഈ കമ്പനിയുടെ കംപ്ലീറ്റ് ഷെയർസ് സെല്ല് ചെയ്താലും അവിടെ CGT എറൈസ് ചെയ്യില്ല. കാരണം നമ്മളിന്ന് ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഹോൾഡിംഗ് എക്സംഷൻ, നമ്മൾ അതിൻ്റെ കണ്ടീഷൻ ഓർത്ത് വെക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർസ്, ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ ഷെയർ സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന റിലീഫാണ് സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഹോൾഡിംഗ് എക്സംഷൻ. അപ്പോൾ നമ്മൾ അവിടെ പറഞ്ഞിരുന്ന കണ്ടീഷൻസ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, 10% ഷെയർ ഹോൾഡിംഗ് ഡിസ്പോസ് ചെയ്താലാണ് സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഹോൾഡിംഗ് എക്സംഷൻ കിട്ടുക. ഇവിടെ 10% അല്ല, 100% സെല്ല് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മോർ ദാൻ 10% ഷെയർ ഹോൾഡിംഗ് സെല്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ഓണർഷിപ്പിൻ്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞായിരുന്നു, കണ്ടിന്യൂസ്ലി 12 months ഇൻ പ്രീവിയസ് 7 years. അപ്പോൾ ഡിസ്പോസലിന് മുമ്പുള്ള 6 ഇയറിൽ കണ്ടിന്യൂസ്ലി 12 months എങ്കിലും ഓണർഷിപ്പ് ഉണ്ടാവണം. ഇത് 6 out of 6 ഇയറും ഓണർഷിപ്പ് ഉണ്ടല്ലോ. കാരണം 2017 ഇവർ ഈ കമ്പനീനെ മേടിക്കുന്നത്, എ ലിമിറ്റഡ് സെഡ് ലിമിറ്റഡിനെ മേടിക്കുന്നത്. 2025 വരെയും ഓണർഷിപ്പ് ഉണ്ട്. അപ്പോൾ ആ ഓണർഷിപ്പിൻ്റെ കണ്ടീഷനും ഓക്കെ ആണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഹോൾഡിംഗ് എക്സംഷൻ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീഡ്സ് റിലേറ്റഡ് ആയിട്ട്
അപ്പോൾ ഇവരുടെ ഈ കമ്പനി സെഡ് ലിമിറ്റഡിന്റെ ഷെയർ ഡിസ്പോസ് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ട് നോ അഡീഷണൽ ടാക്സ് വിൽ അറൈസ്. അപ്പോൾ വേറെ അഡീഷണൽ ടാക്സ് ഒന്നും അറൈസ് ചെയ്യില്ല ആസ് എസ് എസ് സി അവൈലബിൾ. ഓക്കെ, അപ്പോൾ എസ് എസ് സി അവൈലബിൾ ആയതുകൊണ്ട് അവിടെ എന്തില്ല, ഈ അഡീഷണൽ ടാക്സ് ഒന്നും അറൈസ് ചെയ്യില്ല. അപ്പോൾ ഈ സെഡ് ലിമിറ്റഡ് സെല്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊസീഡ്സിൽ ടാക്സ് ഒന്നും പോകാനില്ലല്ലോ. അപ്പോൾ ആ കംപ്ലീറ്റ് 250,000 എന്ത് ചെയ്യാം, ഗെയിലിന് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ആദ്യത്തെയും രണ്ടാമത്തെയും ഡിസ്പോസലിൽ ഇവർക്ക് ഇത്രയും എമൗണ്ട് ഗെയിലിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഗെയിലിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക 3,75,569 ഗെയിലിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കമ്പ്യൂട്ടേഷനിൽ വന്ന എറേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് നമ്മൾ ചെയ്തത് ഇങ്ങനെയാണ്. അപ്പോൾ ആ ജൂനിയർ ചെയ്ത കമ്പ്യൂട്ടേഷനിൽ വന്നിരിക്കുന്ന എത്രയാണ്, 260,378. അപ്പോൾ അതിൽ എന്തൊക്കെ മിസ്റ്റേക്സ് വന്നു, നമുക്ക് ആ മിസ്റ്റേക്സ് വന്നതൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ 110,000 കോസ്റ്റ് എടുത്തത് മിസ്റ്റേക്കാണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതൊക്കെ ഓർക്കണേ. ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. നമുക്ക് എറേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോസ്റ്റ് എടുത്തതിൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോസ്റ്റ് എടുത്തത് എന്തുവാ, സെഡ് ലിമിറ്റഡ് ആക്ച്വലി പേ ചെയ്ത കോസ്റ്റാണ് 110,000. അതാണ് അവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആക്ച്വലി സെഡ് ലിമിറ്റഡ് പേ ചെയ്യുന്ന കോസ്റ്റ് അല്ല എടുക്കേണ്ടത്. ഏതാ എടുക്കണ്ടേ, നമ്മുടെ കോസ്റ്റ് ഓഫ് ദി ഗ്രൂപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ അതേപോലെ ഇൻഡെക്സേഷൻ അലവൻസ് എടുത്തതിലും മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഇൻഡെക്സേഷൻ അലവൻസ് മാക്സിമം 2017 വരെ എടുക്കാൻ പറ്റുള്ളൂ. സോ ഇവർ ഇൻഡെക്സേഷൻ എടുത്തിരിക്കുന്നത് 2021 മുതൽ 25 വരെയാണ്. അതായത് സെഡ് ലിമിറ്റഡ് ഈ എന്താ സഫയർ ബിൽഡിംഗ്, എന്തായിരുന്നു ബിൽഡിങ്ങിൻ്റെ പേര്, സിംസൺ ബിൽഡിംഗ്. ആ സെഡ് ലിമിറ്റഡ് സിംസൺ ബിൽഡിംഗ് മേടിച്ച അന്ന് മുതൽ ഡിസ്പോസൽ ഡേറ്റ് വരെയുള്ള ഇൻഡെക്സേഷനാണ് അവരെടുത്തിരിക്കുന്നത്. സോ ഇൻഡെക്സേഷൻ അലവൻസിൻ്റെ കമ്പ്യൂട്ടേഷനിൽ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ അതേപോലെ കോർപ്പറേഷൻ ടാക്സ് പേബിൾ 25%, അത് ഓക്കെയാണ്. പിന്നെ ഡിവിഡൻഡ് ടു പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സ് ഓക്കെ. ബാക്കി കമ്പ്യൂട്ടേഷനിൽ പ്രശ്നമൊന്നുമില്ല. ദെൻ പിന്നെ ഉള്ളത് സെയിൽസ് പ്രൊസീഡ്സ് ഇൻ റെസ്പെക്ട് ഓഫ് സഫയർ ലിമിറ്റഡ്. ഓക്കെ, സഫയർ ലിമിറ്റഡിൽ സെല് ചെയ്തപ്പോൾ കിട്ടിയ 250,000 അവൈലബിൾ ആണ് എന്നുള്ളത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റാണ്. ഓക്കെ, ദെൻ അതിൽ നോട്ട്സ് ആയിട്ട് ജൂനിയർ മില്ല് എന്ന് പറയുന്ന ആൾ നോട്ട്സ് ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ദർ വിൽ ബി എ ചാർജബിൾ ഗെയിൻ ഓഫ് ദി സെയിൽ ഓഫ് സഫയർ ലിമിറ്റഡ് ഡ്യൂ ടു ദി സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഹോൾഡിംഗ് എക്സംഷൻ. അത് ശരിയാണ്, ആ പറഞ്ഞിരിക്കുന്നത് ശരിയാണ്, അതിൽ മിസ്റ്റേക്സ് ഒന്നുമില്ല. പിന്നെ അത് നമ്മൾ ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എക്സ്പ്ലനേഷൻ പാർട്ടിൽ അത് നമ്മൾ ഒന്നും കൂടെ പറയണം. ഓക്കെ, ദെൻ ഐ തിങ്ക് ദർ വിൽ ബി എ ഡീഗ്രൂപ്പിംഗ് ചാർജ് ഇൻ റെസ്പെക്ട് ഓഫ് ദി ബ്രാൻഡ്, ബട്ട് ഐ ഡു നോട്ട് നോ ഹൗ ടു കമ്പ്യൂട്ട് ഇറ്റ്. അതായത് ഡീഗ്രൂപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻസ് ഗ്രൂപ്പിൽ എന്തെങ്കിലും ട്രാൻസ്ഫേഴ്സ് നടന്നിട്ടുണ്ടെങ്കിൽ അത് നോ ഗെയിൻ നോ ലോസ് ബേസിസിലാണല്ലോ ട്രാൻസ്ഫർ ചെയ്യുക. അപ്പം അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് 6 ഇയറിനുള്ളിൽ ആ കമ്പനി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ എക്സാമ്പിൾ തന്നെ എടുക്കാം. നമുക്ക് എ ലിമിറ്റഡ് സെഡ് ലിമിറ്റഡിലേക്ക് ഒരു സാധനം സെല്ല് ചെയ്തു. ഓക്കെ, അപ്പോൾ എ ലിമിറ്റഡ് സെഡ് ലിമിറ്റഡ്, അപ്പോൾ രണ്ടുപേരും ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ നോ ഗെയിൻ നോ ലോസ് ബേസിസിലാണ് ഈ ട്രാൻസ്ഫർ നടക്കുക. ഓക്കെ, അപ്പോൾ എ കമ്പനിയിലുള്ള ഒരു അസറ്റ് ബി കമ്പനിയുടെ കയ്യിൽ കിട്ടി. അത് നോ ഗെയിൻ നോ ലോസ് ബേസിസിലാണ് ട്രാൻസ്ഫർ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, ഒരു സി ജി ടിയുടെ കമ്പ്യൂട്ടേഷൻ അവിടെ വന്നിട്ടുണ്ടാവില്ല. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സി ജി ടി HMRCക്ക് കിട്ടിയിട്ടും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫർ കഴിഞ്ഞ് 6 ഇയേഴ്സിനുള്ളിൽ ഈ അസറ്റ് മേടിച്ച കമ്പനി ആ ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഇങ്ങനൊരു റെസ്ട്രിക്ഷൻ വെക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് ഉടായ്പകൾ കാണിക്കുക. അതായത് ഇപ്പോൾ ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയിലേക്ക് ഒരു വലിയ എമൗണ്ടിൻ്റെ ഒരു അസറ്റ് സെല്ല് ചെയ്യണം. ഇപ്പം എൻ്റെ ഒരു കമ്പനി ഉണ്ട്, എൻ്റെ ഫ്രണ്ടിന് ഒരു കമ്പനി ഉണ്ട്. അപ്പോൾ എൻ്റെ കമ്പനിയിലുള്ള ഒരു വലിയ പ്രൊസീഡ്സ് വരുന്ന, വിറ്റ് കഴിഞ്ഞാൽ വലിയ ഗെയിൻ വരാൻ സാധ്യതയുള്ള ഒരു അസറ്റ്, അത് എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിലേക്ക് സെല്ല് ചെയ്യണം. അപ്പോൾ സെല്ല് ചെയ്യുന്ന സമയത്തുള്ള CGT അവോയ്ഡ് ചെയ്യാനായിട്ട്
ഞാനും ഫ്രണ്ടും തമ്മിലൊരു ഡിസിഷനിലേക്ക് എത്തുകയാണ്. എൻ്റെ കമ്പനി അവൻ്റെ കമ്പനിയുടെ ഷെയർ മേടിക്കാം. അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഷെയർ ലീഗലി അപ്പോൾ മേടിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതിനുശേഷം അപ്പോൾ ഗ്രൂപ്പ് മെമ്പേഴ്സായി രണ്ട് കമ്പനീസും. അതിനുശേഷം ഈ കമ്പനിയിലുള്ള അസറ്റ്സ് മറ്റ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, സെയിൽ ചെയ്യുക. ഓക്കെ, ടിപ്പിക്കലി സെയിൽ ചെയ്യുക. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ അതിലൊരു പ്രൊസീഡ്സ് കിട്ടുന്നുണ്ടെങ്കിലും അതിനൊന്നും CGT കാൽക്കുലേറ്റ് ചെയ്യൂല. കാരണം ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസ്ഫേഴ്സ് ആണ്. അപ്പോൾ അത് നോ ഗെയിൻ നോ ലോസ് ബേസിസിൽ ട്രാൻസ്ഫർ ആവും. അങ്ങനെ ഇത് ട്രാൻസ്ഫർ ആയതിനു ശേഷം ആഹ്, ആ കമ്പനിയുടെ ഓണർഷിപ്പ് എനിക്ക് ഒഴിവാക്കും. ഞാൻ ആ കമ്പനിയുടെ ഓണർഷിപ്പ് ഒഴിവാക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ ആ കമ്പനി ഗ്രൂപ്പിൽ നിന്ന് പോയി. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരു അൺനെസസറി ആയിട്ടുള്ള ടാക്സ് അഡ്വാൻറ്റേജസ് എടുക്കാൻ വേണ്ടി കമ്പനീസ് ഇങ്ങനെ ഗ്രൂപ്പ് ഫോം ചെയ്യുകയും ലീവ് ചെയ്യുകയും ചെയ്യാം. അപ്പം അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് എടുക്കാതിരിക്കാൻ വേണ്ടി HMRC എടുത്തിരിക്കുന്ന മെഷറാണ് ഗ്രൂപ്പിംഗ് ചാർജ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ എൻ്റെ കമ്പനിയിൽ നിന്ന് ഒരു അസറ്റ് എൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. നോ ഗെയിൻ നോ ലോസ് ബേസിസിലാണ് ട്രാൻസ്ഫർ ചെയ്തത്. ദെൻ ആ ട്രാൻസ്ഫർ കഴിഞ്ഞ് 6 ഇയേഴ്സിനുള്ളിൽ ഈ കമ്പനി, ഞാൻ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത കമ്പനി ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്യുകയാണെങ്കിൽ ആ അപ്പോൾ ഞാൻ ട്രാൻസ്ഫർ ചെയ്ത അസറ്റിൻ്റെ അപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടുള്ള ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ആ കമ്പനി ലീവ് ചെയ്യുന്ന സമയത്തുള്ള മാർക്കറ്റ് വാല്യൂ വെച്ചിട്ടുള്ള ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യും. ആ ഗെയിൻ എന്താണ്, ആ ഡിസ്പോസൽ പ്രൊസീഡ്സിലേക്ക് ആഡ് ആവും. ആ ഗെയിനും കൂടി കൂട്ടിയിട്ടുള്ള CGT പേ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അത് ലോസ് ആണെങ്കിൽ നമുക്ക് റിലീഫ് എടുക്കാനും പറ്റും. റിലീഫ് എടുക്കുക എന്ന് പറഞ്ഞാൽ കോസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കമ്പനീസ് തമ്മിൽ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു. ആ ട്രാൻസ്ഫർ കഴിഞ്ഞ് 6 ഇയേഴ്സിനുള്ളിൽ അസറ്റ് മേടിച്ച കമ്പനി ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്യുകയാണെങ്കിൽ ആ ലീവ് ചെയ്യുന്ന സമയത്തുള്ള മാർക്കറ്റ് വാല്യൂ വെച്ച് ആ അസറ്റിൻ്റെ ഒരു ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അത് ഗെയിൻ ആണെങ്കിൽ പ്രൊസീഡ്സിലേക്ക് ആ ഗെയിനും കൂടെ ആഡ് ചെയ്യും. ഓക്കെ, ആ കമ്പനി ലീവ് ചെയ്യുന്ന സമയത്തുള്ള പ്രൊസീഡ്സിലേക്ക് ആ ഗെയിനും കൂടെ ആഡ് ചെയ്യും. ദെൻ അത് ലോസ് ആണെങ്കിൽ അത് കോസ്റ്റിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഗ്രൂപ്പിംഗ് ചാർജ് വരിക. പക്ഷേ സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഹോൾഡിംഗ് എക്സംഷൻ ഉണ്ടെങ്കിൽ ഈ ചാർജ് എക്സംപ്റ്റഡ് ആണ്. അതായത് ഈ ക്വസ്റ്റ്യനിൽ ഈ സഫയർ ലിമിറ്റഡിലുള്ള ഷെയർസ് കംപ്ലീറ്റ്ലി എയറോ ലിമിറ്റഡ് സെല്ല് ചെയ്യാണ്. ഓക്കെ, എ കമ്പനി സെറ്റ് കമ്പനിയിലെ കംപ്ലീറ്റ് ഷെയർസും സെല്ല് ചെയ്യാണ്. അപ്പോൾ ആ ഡിസ്പോസൽ സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഹോൾഡിങ്ങിൽ കവേർഡാണ്. അപ്പോൾ ആ ഡിസ്പോസൽ റിലേറ്റഡ് ആയിട്ട് ഒരു ഗെയിനും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഹോൾഡിംഗ് എക്സംഷൻ വരുന്നത് കൊണ്ട് ഇവിടെ എന്ത് വരില്ല, ഗ്രൂപ്പിംഗ് ചാർജ് വരില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടേഷൻ പാർട്ട് നമ്മൾ ചെയ്തു. ഇതിൽ വന്ന മിസ്റ്റേക്സ് എല്ലാം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ എക്സ്പ്ലനേഷൻസ് എന്തൊക്കെ ചെയ്യണം, ഞാനിപ്പോൾ ഓരോന്ന് മാർക്ക് ചെയ്യാൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഒന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, അപ്പോൾ ഈ കമ്പ്യൂട്ടേഷനിൽ വന്ന എറേഴ്സിൽ ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ദി കോസ്റ്റ് ഓഫ് ദി സിംസൺ ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ സിംസൺ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമ്മളത് അതിൻ്റെ മിസ്റ്റേക്ക് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക? അതിൻ്റെ മിസ്റ്റേക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇൻട്രാ ഗ്രൂപ്പ് ട്രാൻസ്ഫർ നടന്നതിന് ശേഷമാണ് ഈ അസറ്റ് അവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രാൻസ്ഫർ നടന്ന സമയത്ത് നോ ഗെയിൻ നോ ലോസ് ബേസിസിലായിരിക്കും ട്രാൻസ്ഫർ നടത്തിയിട്ടുണ്ടാവുക. സോ ഓൺ ദ ട്രാൻസ്ഫർ ഡേറ്റിൽ കോസ്റ്റ് ഓഫ് എ കമ്പനി പ്ലസ് ഇൻഡെക്സേഷൻ അലവൻസ് ആണ് സെറ്റ് കമ്പനിയുടെ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത സംഭവം. ഓക്കെ, അപ്പോൾ സെറ്റ് കമ്പനിയുടെ കോസ്റ്റ് ആയിട്ട് എടുക്കുന്നത് കോസ്റ്റ് ഓഫ് എ ലിമിറ്റഡ് പ്ലസ് ഇൻഡെക്സേഷൻ അലവൻസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇവർ മില്ലി അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ എറർ എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അതേപോലെ ഇൻഡെക്സേഷൻ അലവൻസ് എടുത്തതിൽ എറർ ഉണ്ട്. ഇൻഡെക്സേഷൻ അലവൻസ് എടുത്തതിലുള്ള എറർ പറയാം. മാക്സിമം 2017 വരെ നമുക്ക് ഇൻഡെക്സേഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ട്രാൻസ്ഫറിൽ 25 വരെയുള്ള ഇൻഡെക്സേഷൻ ഒക്കെ എടുത്തിട്ടുണ്ട്. അത് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇതിൽ വേറെ
ഇത് പോയിന്റ് ആക്കിയിട്ടല്ല ആൻസർ ചെയ്യേണ്ടത്, എക്സ്പ്ലെയിൻ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിൽ ഓരോന്നോരോന്ന് ഓരോ പോയിന്റ് ആക്കാം കേട്ടോ. അതായത് നമ്മുടെ സിംസൺ ബിൽഡിങ്ങിന്റെ കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, അതൊരു ആദ്യത്തെ പോയിന്റ്. ചിലപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വരുമ്പോൾ ഒരു ചെറിയ പാരഗ്രാഫ് ആവാം. അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് എഴുതുക. അപ്പോൾ ഒരു 3 4 5 ലൈൻസ് വരാം, മൈറ്റ് ബി. അപ്പോൾ അത് ആദ്യത്തെ ഒരു പോയിന്റ് ആയിട്ട്, പിന്നെ അതിനുശേഷം ഇൻഡെക്സേഷൻ അലവൻസിൽ വന്ന മിസ്റ്റേക്ക് അത് അടുത്ത പോയിന്റ് ആയിട്ട്. അപ്പോൾ ഒരു ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് ഇടണ്ട, കാരണം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ പോർഷനും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. യെസ്, എന്താണ് ഡൗട്ട്? അതെ അതെ. അപ്പോൾ ഇതിൽ നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ, യെസ്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കിയത് ഇതൊന്ന് പറയാനായിട്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ കമ്പ്യൂട്ടേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് എക്സലിലാണ്. കാരണം ഇത്രയും വലിയ ഇത് എക്സ്പ്ലനേഷൻ പ്ലസ് കാൽക്കുലേഷൻ ഉള്ള ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ എക്സലിലാണ് നമ്മൾ ഈ കമ്പ്യൂട്ടേഷൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്യുന്നത് വേർഡിലായിരിക്കും. അപ്പോൾ വേർഡ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് വേർഡിലും ഇതേ ഹെഡിങ് തന്നെയായിരിക്കും നമ്മൾ കൊടുക്കുക. ഓക്കെ, വേർഡിൽ നമ്മൾ ഇപ്പോൾ താഴത്തെ പോർഷൻ വേർഡാന്ന് അസ്യൂം ചെയ്യും. അപ്പോൾ വേർഡിലേക്ക് നമ്മൾ ഈ സാധനം കൊടുക്കും. ഇതേ സംഭവം തന്നെ വേർഡിൽ നമ്മൾ ഹെഡിങ്സ് ആയിട്ട് കൊടുക്കും. ഓക്കെ, അത് ഫസ്റ്റ് റിക്വയർമെൻറ്റിൻ്റെ ആൻസർ ആണ്. അപ്പോൾ ഷെഡ്യൂൾ പ്രിപ്പയർഡ് ബൈ മിൽ. ഓക്കെ, അപ്പോൾ ക്യാഷ് അവൈലബിൾ വേണ്ട, കമ്പ്യൂട്ടേഷൻ്റെ ഹെഡാണല്ലോ ക്യാഷ് അവൈലബിൾ ടു പെഗിൽ. അപ്പോൾ ഈ ഷെഡ്യൂൾ പ്രിപ്പയർഡ് ബൈ മിൽ, അപ്പോൾ അതിൽ ഓരോന്നിലും വന്ന മിസ്റ്റേക്സ്, അതായത് കമ്പ്യൂട്ടേഷനിൽ വന്ന മിസ്റ്റേക്ക് എന്തൊക്കെയാണ് അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, കമ്പ്യൂട്ടേഷൻ എറേഴ്സ്. ഓക്കെ, എറേഴ്സ് ഇൻ കമ്പ്യൂട്ടേഷൻ അതെന്ന് പറഞ്ഞ് നമ്മളൊരു ഹെഡിങ് കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനാണ് നമ്മൾ പിന്നീട് താഴെ കൊടുക്കുക. ഓക്കെ, പിന്നെ അതേപോലെ ഇവിടെ നമുക്ക് മില്ല് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പം നോട്ട്സിലുള്ള കാര്യങ്ങൾ നമുക്കപ്പോൾ കമ്പ്യൂട്ടേഷനിൽ വന്ന എറർ കമ്പ്യൂട്ട് ചെയ്ത് നമ്മൾ കാണിച്ചു എക്സലിൽ. പിന്നെ നമ്മൾ വേർഡ് ഓപ്പൺ ചെയ്തിട്ടാണ് എറേഴ്സിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ ഇവിടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തതിലും മില്ലാണ് അല്ലേ, മില്ലിന് കുറച്ച് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നോട്ട്സിൽ വന്ന എറേഴ്സ്, അപ്പോൾ നോട്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നോട്ട്സിൽ ആദ്യം പറയുന്നത് സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഹോൾഡിംഗ് എക്സംഷൻ ഉള്ളതുകൊണ്ട് ചാർജബിൾ ഗെയിൻ ഉണ്ടാവില്ല. അപ്പോൾ അത് കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പറയാം. സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഹോൾഡിംഗ് എക്സംഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അത് അവൈലബിൾ ആവാനുള്ള റീസൺ എന്താണെന്നുള്ളത് പറയണം. അപ്പോൾ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ആ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഹോൾഡിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ അത് അവൈലബിൾ ആവാനുള്ള റീസൺ എന്തൊക്കെയാ? 10% കൂടുതൽ ഷെയർ സെല് ചെയ്തിട്ടുണ്ട്. പിന്നെ ഓണർഷിപ്പിൻ്റെ പീരീഡ് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് സബ്സ്റ്റാൻഷ്യൽ ഷെയർ ഹോൾഡിംഗ് എക്സംഷൻ അവൈലബിൾ ആണ് എന്നുള്ളത് പറയണം. പിന്നെ ഡീഗ്രൂപ്പിംഗ് ചാർജ്, അപ്പോൾ ഡീഗ്രൂപ്പിംഗ് ചാർജ് നോർമലി കമ്പ്യൂട്ട് ചെയ്യും, പക്ഷെ SSC ഉള്ളത് കൊണ്ട് ഡീഗ്രൂപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ ഒരു ഡൗട്ട്, ഡീഗ്രൂപ്പിംഗ് ചാർജ് കാണുമ്പോൾ ഏത് കോസ്റ്റാണ് എടുക്കുക? കമ്പനി എ പർച്ചേസ് ചെയ്ത കോസ്റ്റ് ആണോ? അതെ, അതായത് കമ്പനി എ പർച്ചേസ് ചെയ്ത കോസ്റ്റും അതിൻ്റെ ഇൻഡെക്സ്ഡ് കോസ്റ്റും, അതായത് ഈ നമ്മുടെ സെറ്റ് കമ്പനിക്ക് ഈ അസറ്റ് കിട്ടുമ്പോൾ ഒരു കോസ്റ്റ് ഉണ്ടാവില്ലേ, നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്ത കോസ്റ്റ് ഇല്ലേ, അതായത് എ കമ്പനി പർച്ചേസ് ചെയ്ത കോസ്റ്റ് പ്ലസ് അതിൻ്റെ ഇൻഡെക്സേഷൻ, അതായത് സെറ്റ് കമ്പനിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് സെറ്റ് കമ്പനിയുടെ കോസ്റ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിരുന്ന ഈ 82,275 ആണ് ഡീഗ്രൂപ്പിംഗ് ചാർജിൻ്റെ സമയത്ത് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതേ എമൗണ്ട് തന്നെയാണ് എടുക്കുക. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ റിക്വയർമെൻറ്റിൻ്റെ ആൻസർ. എന്താണ് ഡൗട്ട്? പോസ്റ്റ് ടാക്സ് ഡിവിഡൻഡ് നോക്കട്ടെ. കോർപ്പറേഷൻ ടാക്സ്, ഡിവിഡൻഡ് ഓഫ് പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സ്. ഓക്കെ ഓക്കെ, യെസ് യെസ്, ഞാനത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, ദാറ്റ്സ് കറക്റ്റ്, ഞാനത് മിസ് ഔട്ട് ചെയ്തു. റിയലി സോറി. ഒന്നാമത് രാവിലെ തൊട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇന്നിപ്പോൾ ഏകദേശം ഒരു 10 13 മണിക്കൂറായി ക്ലാസ്. ഫുള്ള് ലാപ്പിൻ്റെ മുമ്പിൽ നിന്നിട്ട് കിളി പോയി തുടങ്ങി ഏകദേശം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഡിവിഡൻഡ്
ഡിവിഡൻറ്റിൻ്റെ മേലെ ഒരു കോർപ്പറേഷൻ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ അത് മിസ് ഔട്ട് ചെയ്ത്. ഓക്കെ, അപ്പോൾ അത് മിസ്റ്റേക്ക് ആണ് കേട്ടോ. അങ്ങനെ ഒരു മിസ്റ്റേക്കും കൂടി ഉണ്ട് അവിടെ, അത് നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചില്ല. അതായത് ഈ കമ്പനീസിന്, അതായത് ഇവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെഫയർ ലിമിറ്റഡിൽ, സെഡ് ലിമിറ്റഡിൽ ഈ അസറ്റ് വിറ്റതിന് ശേഷം വരുന്ന പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സ് എ ലിമിറ്റഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു പറഞ്ഞായിരുന്നു മേലെ, അല്ലേ? അത് നമ്മൾ നേരത്തെ വായിച്ചത് ഓർമ്മയില്ലേ? എവിടെ പോയി? അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സെഡ് ലിമിറ്റഡ് വിൽ പേ എ ഡിവിഡൻഡ് ടു എ ലിമിറ്റഡ് ഈക്വൽ ടു ദി പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സ് ഓഫ് ദി സെയിൽ. അപ്പോൾ സെഡ് ലിമിറ്റഡ് ഈ അസറ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന പ്രോഫിറ്റ് പ്രൊസീഡ്സ് ആഫ്റ്റർ ടാക്സ്, അത് അപ്പോൾ ഈ സെഡ് ലിമിറ്റഡിൻ്റെ പാരൻ്റ് ആണല്ലോ എ ലിമിറ്റഡ്. അപ്പോൾ എ ലിമിറ്റഡിലേക്ക് ഈ പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സ് ട്രാൻസ്ഫർ ചെയ്യും ഡിവിഡൻ്റ് ആയിട്ട്. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടേഷനിൽ ആ ഡിവിഡൻറ്റിൻ്റെ മേലെ കോർപ്പറേഷൻ ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മിസ്റ്റേക്കാണ്. അപ്പോൾ നമ്മുടെ എറേഴ്സിൽ അതും കൂടെ പറയണേ. അപ്പോൾ എറേഴ്സിൽ, കാൽക്കുലേഷൻ എറേഴ്സിൽ അതും കൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. നമ്മൾ കമ്പ്യൂട്ടേഷനിൽ അത് ചെയ്തിട്ടില്ല, ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ മൂന്നാമത് നമ്മൾ പറയേണ്ടത് ഡിവിഡൻഡ് ഇൻകം ഓഫ് കമ്പനീസ് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ കോർപ്പറേഷൻ ടാക്സിൽ കമ്പനീസിൻ്റെ ഡിവിഡൻഡ് ഇൻകം എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ അത് ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണേ. സോ നോർമലി ദി ഡിവിഡൻഡ് ഇൻകം ഓഫ് കമ്പനീസ് ആർ എക്സംപ്റ്റഡ് ഫ്രം കോർപ്പറേഷൻ ടാക്സ് കമ്പ്യൂട്ടേഷൻ. അപ്പോൾ ഇവിടെ അത് കോർപ്പറേഷൻ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതും കൂടെ ഒന്ന് എറേഴ്സിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതും അടുത്തൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ വന്ന മിസ്റ്റേക്സ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു, കാൽക്കുലേഷനിൽ അത് കറക്റ്റ് ചെയ്തു, പിന്നെ അതേപോലെ എന്താണ് ആ എറേഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, നോട്ട്സിലുള്ള എറേഴ്സും പറഞ്ഞ് കറക്റ്റായിട്ടുള്ള കാര്യവും നമ്മളൊന്ന് മെൻഷൻ ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഫസ്റ്റ് റിക്വയർമെൻറ്റിൽ നമ്മൾ ചെയ്ത് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് എവിടെയൊക്കെയാണ് പ്രൊഫഷണൽ മാർക്ക് വീഴുക? ഇതിൽ നമുക്ക് പ്രൊഫഷണൽ മാർക്ക് വീഴുന്നത് എങ്ങനെയായിരിക്കും വെച്ചാൽ, ഇതിലിപ്പോൾ നമുക്കൊരു സ്ട്രക്ചർ ഒന്നും ക്രിയേറ്റ് ചെയ്യാനില്ലല്ലോ. ഇതിപ്പോൾ ഒരു മെമ്മോറാണ്ടോ മറ്റേ മെയിലിന് റിപ്ലൈ ഒന്നുമല്ല, ജസ്റ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്ട്രക്ചറിൻ്റെ മാർക്ക് നമുക്കില്ല. അപ്പോൾ നമുക്ക് ഈ ഹെഡിങ്സ് കൊടുത്ത് ഈ രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിന് പ്രസൻറ്റേഷനുള്ള മാർക്ക് നമുക്ക് പ്രൊഫഷണൽ മാർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റിക്വയർമെൻറ്റ് ഇതാണ്. അപ്പോൾ അത് തന്നെ നമ്മൾ കോപ്പി ചെയ്തു. ദെൻ ഇതിൽ നമ്മൾ ഈ കമ്പ്യൂട്ടേഷൻ നമ്മളൊരു ഹെഡിങ് കൊടുത്തു. ഹെഡിങ് കൊടുത്തിട്ട് പ്രോപ്പറായിട്ട് അതിൻ്റെ പ്രൊസീഡ്സ്, കോസ്റ്റ് എങ്ങനെ വന്നു, ഈ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ ഇതിൽ ആ പ്രസൻറ്റേഷനുള്ള മാർക്ക്, അപ്പോൾ ഈ കാൽക്കുലേഷൻ വരുമ്പോൾ അവിടെ നമുക്ക് ആ പ്രസൻറ്റേഷൻ തന്നെയാണ് മാർക്ക് കിട്ടുക. അവിടെ നമുക്ക് വേറെ പിന്നെ ഇതിൽ വന്ന എറേഴ്സ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാൽക്കുലേഷൻസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ മാക്സിമം പ്രൊഫഷണൽ മാർക്ക് നമുക്ക് വീഴും. പിന്നെ അതേപോലെ ഈ തിയററ്റിക്കലായിട്ടുള്ള എക്സ്പ്ലനേഷൻ ചെയ്യുമ്പോൾ, അപ്പോൾ ആദ്യം നമ്മൾ റിക്വയർമെൻ്റ് ഇട്ടു, ദെൻ കമ്പ്യൂട്ടേഷൻ എറേഴ്സ്. ഇപ്പോൾ കമ്പ്യൂട്ടേഷൻ എറേഴ്സ് ഹെഡിങ് കൊടുത്തിട്ട് ഓരോ കമ്പ്യൂട്ടേഷൻ്റെ എറേഴ്സ് നമ്മൾ സെപ്പറേറ്റ് പാരഗ്രാഫ്സ് ആയിട്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് പോയിൻറ്റ്സ് ആയിട്ട്, ബുള്ളറ്റ് പോയിൻറ്റ്സ് ഇടണ്ട, ഓരോരോ ഡിഫറെൻറ്റ് എക്സ്പ്ലനേഷൻ ആയിട്ട് താഴെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ നോട്ട്സിൽ വന്ന എറേഴ്സും നോട്ട്സ് എന്നുള്ളത് മെൻഷൻ ചെയ്ത് നമ്മൾ അതിൽ വന്ന് കറക്റ്റായിട്ട് പറഞ്ഞ കാര്യവും ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തു, എറർ വന്ന കാര്യവും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതിൽ മാക്സിമം പ്രൊഫഷണൽ മാർക്ക് നമുക്ക് കിട്ടും. ഓക്കെ, കാരണം ATXൽ വേറെ ഒരു രീതിയിൽ എന്താ പറയുക, വേറെ പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻസും റിക്വയർമെൻറ്റ്സിനനുസരിച്ചിട്ടുള്ള ആൻസറും കൊടുക്കുക എന്നുള്ളതാണ് പ്രൊഫഷണൽ മാർക്ക് ഗെയിൻ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ റിക്വയർമെൻറ്റ് നമ്മൾ ചെയ്തു. ഇനി നമ്മുടെ അടുത്ത റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അതൊരു 11 മാർക്കിൻ്റെ റിക്വയർമെൻ്റ് ആയിരുന്നു നമ്മൾ ചെയ്തത്. ഇനി അടുത്ത റിക്വയർമെൻറ്റ്, ഓക്കെ, ഒബ്വിയസ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്ത സാധനം തന്നെയാണ്, പേയ്മെൻറ്റ് ടു ഗെയിൽ. അപ്പോൾ ഗെയിലിന് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ കാൽക്കുലേറ്റ് ദി അഡീഷണൽ ടാക്സ് ആൻഡ് NIC due as reduced any corporation tax savings if all of the cash realized by A Limited as a result of the proposed transaction 1 and 2 is paid to GAIL in the form of a bonus to dividend. Okay, GAIL's annual income tax liability in respect of her annual salary of 85,000 from A Limited, 85,000 from A Limited 21,432.
ഓക്കെ, യെസ് യെസ്. ഓക്കെ, ഞാൻ വായിച്ചതിലുള്ള മിസ്റ്റേക്ക്. അപ്പോൾ ഗെയില് ആനുവൽ സാലറി ലിമിറ്റഡിൽ ആനുവൽ സാലറി ഗെയില് 85,000 എടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻകം ടാക്സ് ലയബിലിറ്റി ആണ് 21,432. ഓക്കെ, then this will be her only source of income in the tax year 25-26, other than any payments received from A Limited as outlined above. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഗെയിലിന് എത്ര എമൗണ്ട് ആണ് കൊടുക്കുക. അപ്പോൾ 1ലും 2ലും നമുക്ക് ആദ്യം പറഞ്ഞ ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ, ആ ബിൽഡിങ് സെല്ല് ചെയ്യുമ്പോഴും അതേപോലെ സെഡ് ലിമിറ്റഡിലെ ഷെയർസും സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഒരു 3,75,569 ഇത്രയും എമൗണ്ട് ഗെയിലിന് ക്യാഷ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ അത് ബോണസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര അഡീഷണൽ ഇൻകം ടാക്സ് വരും, കോർപ്പറേഷൻ ടാക്സിൽ എത്ര സേവിങ്സ് ഉണ്ടാവും, അതേപോലെ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ കമ്പ്യൂട്ടേഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദി അഡീഷണൽ ടാക്സ് ആൻഡ് NIC ഡ്യൂ. അപ്പോൾ ഇതൊരു കമ്പ്യൂട്ടേഷൻ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ടു ഗിൽ ഇതാണ് അടുത്ത റിക്വയർമെൻറ്റ്. അപ്പോൾ നമുക്ക് എക്സലിലേക്കാണ് അതിൻ്റെ ആൻസർ വേണ്ടത്. സോ എക്സലിൽ പേയ്മെൻറ്റ് ടു ഗിൽ, പിന്നെ അതിൽ നമുക്കിനി ഇത് കൊടുക്കാൻ പറ്റുക. ആദ്യം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത് പേയ്മെൻറ്റ് ആസ് എ ബോണസ് ആയിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അതാണ് ആദ്യത്തെ സിറ്റുവേഷൻ. അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ബോണസ് ആവുമ്പോൾ ഓൾറെഡി 85,000 സാലറി ഉണ്ടല്ലോ ഗെയിലിന്. അപ്പോൾ സാലറി 85,000, അതിന് പുറമെ ബോണസ് ആയിട്ട് ഈ എമൗണ്ട് ബോണസ് ആയിട്ട് കിട്ടുന്നത് 3,75,569 ഇത്ര എമൗണ്ട് ബോണസ് ആയിട്ട് കിട്ടും. സോ ഇതാണ് ആളുടെ ടോട്ടൽ ഇൻകം. അപ്പോൾ ടോട്ടൽ ഇൻകത്തിൽ പിന്നെ പേഴ്സണൽ അലവൻസ് ഒന്നും കിട്ടൂല എന്തായാലും. പിന്നെ എക്സാമിന് ഈ പേഴ്സണൽ അലവൻസ് കിട്ടൂലെങ്കിലും ആ 0 ഇട്ട് അതൊന്ന് മെൻഷൻ ചെയ്തേക്കണേ. ഓക്കെ, സോ ടാക്സബിൾ ഇൻകം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ 460,569 ടാക്സബിൾ ഇൻകം. ഇനി ആളുടെ ഇൻകം ടാക്സ് ലയബിലിറ്റി നമ്മൾ ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇൻകം ടാക്സ് ലയബിലിറ്റി, അപ്പോൾ ഇൻകം ടാക്സ് ലയബിലിറ്റിയിൽ നമുക്ക് കംപ്ലീറ്റ്ലി നോൺ സേവിങ്സ് ഇൻകം. അപ്പോൾ 37,700 ഇൻറ്റു 20%. നമ്മുടെ നോർമൽ ബേസിക് കമ്പ്യൂട്ടേഷൻ അനുസരിച്ചിട്ടുള്ള കാൽക്കുലേഷൻ. അപ്പോൾ ഇത്ര എമൗണ്ട് ആണ് ആളുടെ ഇൻകം ടാക്സ് ലയബിലിറ്റി വരുന്നത്. ഓക്കെ, 193,459 ഇൻകം ടാക്സ് ലയബിലിറ്റി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞത് അഡീഷണൽ ഇൻകം ടാക്സ് എത്ര വരും എന്നല്ലേ. അപ്പോൾ നമുക്ക് ഇത്ര എമൗണ്ട് ഈ അസറ്റ് ബോണസ് ആയിട്ട് ഈ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയാണ് ടോട്ടൽ ഇൻകം ടാക്സ് ലയബിലിറ്റി വരിക. അപ്പോൾ അഡീഷണൽ ഇൻകം ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? ഇത് വിൽക്കുന്നതുകൊണ്ട് വരുന്ന അഡീഷണൽ ഇൻകം ടാക്സ് EITL എന്ന എക്സാമിന് യൂസ് ചെയ്തത്, ഞാൻ ഷോർട്ടായിട്ട് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി ആൾക്ക് ഇൻകം ടാക്സ് ലയബിലിറ്റി എത്രയുണ്ട്? 21,432 ഉണ്ട്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ, സോറി, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 85,000 സാലറി എടുക്കുമ്പോൾ 21,432 ആണ് ആളുടെ ഇൻകം ടാക്സ് ലയബിലിറ്റി. അപ്പോൾ ഈ ബോണസും കൂടി എടുക്കുമ്പോൾ ഇൻകം ടാക്സ് ലയബിലിറ്റി 193,459 ആയി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ എക്സസ് വരുന്ന ഇൻകം ടാക്സ് ലയബിലിറ്റി, എക്സസ് ഇൻകം ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 172,027 ആണ് എക്സസ് ഇൻകം ടാക്സ് ലയബിലിറ്റി.
പിന്നെ അതേപോലെ അപ്പോൾ അഡീഷണൽ ഇൻകം ടാക്സ് ലയബിലിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി കണ്ടുപിടിക്കേണ്ടത് അഡീഷണൽ NIC വരും. ഈ ബോണസ് ആയിട്ട് കിട്ടുമ്പോൾ ഇത് സാലറി അല്ലേ? ബോണസ് ആയിട്ട് ഇത്ര എമൗണ്ട് എടുക്കുമ്പോൾ അത് ക്യാഷ് ബെനിഫിറ്റ് അല്ലേ? അപ്പൊ ക്യാഷ് ബെനിഫിറ്റ് കിട്ടുന്നതിനനുസരിച്ച് NIC എംപ്ലോയി പേ ചെയ്യണ്ടേ? അപ്പോൾ ഇത്രയും എമൗണ്ട് ഓൾറെഡി ക്ലാസ് 1 ഇതിൻ്റെ ലിമിറ്റിൻ്റെ മേലെയാണ് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ 85,000 സാലറി ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഗെയിൽ വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 5270 മേലെയാണ്. അപ്പോൾ അഡീഷണൽ ക്ലാസ് 1 എംപ്ലോയി NIC അപ്പോൾ എത്ര വരും? അപ്പോൾ എംപ്ലോയി NIC വരിക 5270 മേലെ വരുമ്പോൾ 2% അല്ലേ? അപ്പോൾ ഇത്രയും എമൗണ്ടിൻ്റെ മേലെ അഡീഷണൽ എമൗണ്ട് എടുത്തിരിക്കുന്നത് 375,569 ആണ്. അപ്പോൾ ഇത്ര എമൗണ്ടിൻ്റെ 2% അഡീഷണൽ NIC വരൂലേ? കാരണം 5270 എബോവ് കിട്ടുന്ന സാലറിക്ക് 2% ആണ് NIC വരിക. അപ്പോൾ ഇത്ര എമൗണ്ട് അഡീഷണലി എടുക്കുമ്പോൾ ഇത്ര എമൗണ്ട് 7511 എന്ത് വരും? അഡീഷണൽ ക്ലാസ് 1 എംപ്ലോയി NIC വരും. ഓക്കെ, അപ്പോൾ അഡീഷണൽ ഇൻകം ടാക്സ് വരുന്നത് ഈ എമൗണ്ട്, അഡീഷണൽ ക്ലാസ് 1 എംപ്ലോയി NIC വരുന്നത് ഈ എമൗണ്ട് 7511. ഓക്കെ, അപ്പോൾ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? അഡീഷണൽ ടാക്സ് ആൻഡ് NIC കോൺട്രിബ്യൂഷൻ. അഡീഷണൽ ടാക്സ് NIC കണ്ടുപിടിച്ചു. ആസ് റെഡ്യൂസ്ഡ് ബൈ എനി കോർപ്പറേഷൻ ടാക്സ് സേവിങ്സ്. അപ്പോൾ ഇതിൽ കോർപ്പറേഷൻ ടാക്സ് സേവിങ്സ് ഉണ്ടാവും. അതായത് എ കമ്പനിയുടെ ഷെയർ ഹോൾഡർ പ്ലസ് എംപ്ലോയി ആണല്ലോ ഈ ഗെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഗെയിലിന് ഇത് ബോണസ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇത്രയും എമൗണ്ട് ബോണസ് എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു സാലറി അല്ലേ? സാലറി ആയിട്ട് അഡീഷണൽ ഇത്ര എമൗണ്ടും കൂടി കൊടുക്കുമ്പോൾ ഈ സാലറി കൊടുക്കുന്നത് ട്രേഡിംഗ് റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ അല്ലേ? കമ്പനീനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത്ര എമൗണ്ടും കൂടെ ഒരു എംപ്ലോയിക്ക് അഡീഷണൽ സാലറി കൊടുക്കുന്നു. അപ്പം അത്രയും സാലറി കൊടുക്കുമ്പോൾ അത്ര എമൗണ്ടും കൂടെ ട്രേഡിംഗ് റിലേറ്റഡ് എക്സ്പെൻഡിച്ചർ വരും. അപ്പം അത്ര എക്സ്പെൻഡിച്ചർ കൂടി അഡീഷണലി വരുമ്പോൾ അത്രയും പ്രോഫിറ്റ് കമ്പനിക്ക് കുറയും. ഓക്കെ, അപ്പം അത്രയും പ്രോഫിറ്റിൻ്റെ മേലെയുള്ള കോർപ്പറേഷൻ ടാക്സ് കുറയും. കോർപ്പറേഷൻ ടാക്സ് 25% അല്ലേ? അപ്പോൾ റിഡക്ഷൻ ഇൻ കോർപ്പറേഷൻ ടാക്സ്. അപ്പോൾ കോർപ്പറേഷൻ ടാക്സിൽ വരുന്ന റിഡക്ഷൻ എന്ന് പറയുന്നത് ഇത്രയും എമൗണ്ടിൻ്റെ മേലെ അല്ല, ഇത്ര എമൗണ്ടിൻ്റെ മേലല്ല, ഈ NICയും കമ്പനിയിൽ നിന്ന് കൊടുക്കണ്ടേ? കമ്പനിയിൽ നിന്ന് എംപ്ലോയിയുടെ സാലറി കൊടുക്കും. സാലറിക്ക് പുറമെ കമ്പനി എംപ്ലോയിയുടെ NICയും കൊടുക്കണം. ഇപ്പോൾ സാലറി കൂടുതൽ കൊടുക്കുമ്പോൾ കമ്പനി അതിൻ്റെ NICയും കൂടുതൽ കൊടുക്കണം. ഓക്കെ, അപ്പോൾ അഡീഷണൽ NIC വരുന്നത് അഡീഷണൽ ക്ലാസ് 1 എംപ്ലോയർ NIC. അപ്പോൾ എംപ്ലോയിക്ക് NIC കൂടുന്ന പോലെ തന്നെ എംപ്ലോയർക്കും NIC കൂടും. അപ്പോൾ എംപ്ലോയറുടെ NIC കൂടുന്നത് എത്രയായിരിക്കും? 3,75,569 അഡീഷണൽ കൊടുത്തു. അപ്പോൾ എംപ്ലോയറുടെ NIC 13.8%. ഓക്കെ, അപ്പോൾ ഇത്ര എമൗണ്ട് ഓഫ് അഡീഷണൽ NIC കമ്പനിക്ക് വരും. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് കൂടും, ക്ലാസ് 1 എംപ്ലോയി NIC കൂടും, ക്ലാസ് 1 എംപ്ലോയർ NIC കൂടും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒരു ഇൻക്രിമെന്റ് വരും. ഇനി അതേപോലെ കോർപ്പറേഷൻ ടാക്സിൽ റിഡക്ഷൻ ഉണ്ടാവും. കോർപ്പറേഷൻ ടാക്സിൽ എങ്ങനെയാണ് റിഡക്ഷൻ വരിക? അതായത് എംപ്ലോയിക്ക് അഡീഷണലി കൊടുത്ത സാലറി 3,75,569 എംപ്ലോയിയുടെ അഡീഷണൽ സാലറിയാണ്. അപ്പോൾ അത്രയും എമൗണ്ട് ട്രേഡിംഗ് പ്രോഫിറ്റിൽ നിന്ന് കുറയും. അതേപോലെ അഡീഷണൽ സാലറി കൊടുത്തപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള NIC 51,828 അഡീഷണൽ NIC വന്നു. അപ്പോൾ ഇത്രയും എമൗണ്ടിൻ്റെ മേലെ കോർപ്പറേഷൻ ടാക്സ് 25% സേവ് ആവില്ലേ? അത്രയും കോർപ്പറേഷൻ ടാക്സ് കുറയല്ലേ? അപ്പോൾ ഇത്ര എമൗണ്ട് ഓഫ് കോർപ്പറേഷൻ ടാക്സിൽ റിഡക്ഷൻ വരും. ഒരു 106,849 ഇത്ര എമൗണ്ട് കോർപ്പറേഷൻ ടാക്സിൽ കമ്പനിക്ക് റിഡക്ഷൻ വരും. അപ്പോൾ എഫക്റ്റീവ്ലി നമ്മൾ നോക്കിയാൽ ഈ ഇത്ര എമൗണ്ട് അഡീഷണൽ ബോണസ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇൻകം ടാക്സ് ലയബിലിറ്റി കൂടും, ക്ലാസ് 1 എംപ്ലോയി NIC കൂടും, ക്ലാസ് 1 എംപ്ലോയർ NIC കൂടും, കോർപ്പറേഷൻ ടാക്സ് കുറയും. അപ്പോൾ എഫക്റ്റീവ്ലി വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 124,518 ആയിരിക്കും ഇഫക്റ്റീവ്ലി ഇതിന് വരുന്ന ഒരു ഇമ്പാക്റ്റ്. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിൽ ബോണസ് ആയിട്ട് കൊടുക്കുമ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ കാൽക്കുലേഷൻ വരണം.
ഓക്കെ. അപ്പോൾ ബോണസ് ആയിട്ട് കൊടുക്കുമ്പോഴുള്ള കമ്പ്യൂട്ടേഷൻ ഇത്രയാണ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തേ മക്കളെ. 1 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അഡീഷണൽ ബോണസ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ്, ഇത്രയും കമ്പ്യൂട്ടേഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി അടുത്ത സിറ്റുവേഷൻ, ബോണസ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഡിവിഡൻഡ് ആയിട്ട് കൊടുത്താൽ എന്തായിരിക്കും? അപ്പം ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിറ്റുവേഷൻ എങ്ങനെ വരും? അപ്പം ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സാലറി സെയിം തന്നെയായിരിക്കും. ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുമ്പോൾ സാലറി 85,000 ഉണ്ടാവും. പിന്നെ ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ ഈ എമൗണ്ട് കാണിക്കും. എത്രയാണ്? ഇത്ര എമൗണ്ട് നമ്മൾ ഡിവിഡൻഡ് ആയിട്ടായിരിക്കും കാണിക്കുക. ദെൻ ഓക്കെ, അപ്പോൾ ടോട്ടൽ ഇൻകം ഇത്ര എമൗണ്ട് വരും. അതിൽ നിന്ന് നമ്മൾ പിന്നെ പേഴ്സണൽ അലവൻസ് കിട്ടൂല. പേഴ്സണൽ അലവൻസ് 0. അപ്പോൾ ടാക്സബിൾ ഇൻകം സെയിം എമൗണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ ഇനി ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. ഇതിൽ നമുക്ക് ഇൻകം ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻകം ടാക്സ് ലയബിലിറ്റി നോർമലി ഉള്ള ബേസിക് കമ്പ്യൂട്ടേഷൻ തന്നെ ഉള്ളൂ. അപ്പോൾ അതിൽ ആദ്യം 37,700 ഇൻറ്റു 20%. ദെൻ അതിൻ്റെ എക്സസ് വരുന്ന എമൗണ്ട് 85,000 മൈനസ് 37,700 ഇൻറ്റു 40%. ദെൻ ഡിവിഡൻഡ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മറന്നു പോകരുത്, നമുക്ക് നിൽ റേറ്റ് ബാൻഡ് ഒരു 500 ഉണ്ട്. ഡിവിഡൻഡ് ഇൻകത്തിൽ ഫസ്റ്റ് ഒരു 500 ഇൻറ്റു 0%. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോന്ന് എഴുതി ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് ഇങ്ങനെ ചെയ്യണം എന്നില്ല കേട്ടോ. ഇൻകം ടാക്സ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ മാത്രം കാണിച്ചാൽ മതി. ആ സെല്ലിൽ കാൽക്കുലേഷൻ ഉണ്ടല്ലോ, ഇങ്ങനെ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഹയർ റേറ്റിൽ കുറച്ച് എമൗണ്ട് നമ്മൾ ടാക്സ് ചെയ്തു. ഇനി ബാക്കിയുള്ള എമൗണ്ട് എല്ലാം അഡീഷണൽ റേറ്റിൽ 375569. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻകം ടാക്സ് ലയബിലിറ്റി വരുന്നത് ഈ എമൗണ്ട് ആയിരിക്കും. സോറി. അപ്പം ഇത്രയാണ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇൻകം ടാക്സ് ലയബിലിറ്റി വരുന്നത് ഇത്ര എമൗണ്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ അഡീഷണലി വരുന്ന ഇൻകം ടാക്സ് ലയബിലിറ്റി എത്ര? അപ്പോൾ അഡീഷണൽ ഇൻകം ടാക്സ് ലയബിലിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ ഉള്ള ഇൻകം ടാക്സ് ലയബിലിറ്റി 171,830. അത് മൈനസ് ഓൾറെഡി ഉണ്ടായിരുന്ന ഇൻകം ടാക്സ് 21,432. അഡീഷണൽ ഇൻകം ടാക്സ് ലയബിലിറ്റി വരുന്നത് 150,398 ആണ്. പിന്നെ അഡീഷണൽ NIC വരൂല. ഓക്കെ, അതായത് സാലറി കൊടുത്താലല്ലേ NICയിൽ വ്യത്യാസം വരുള്ളൂ. അപ്പോൾ ഈ സാധനങ്ങളിലൊന്നും വ്യത്യാസം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അഡീഷണൽ എംപ്ലോയി NICയിൽ വ്യത്യാസം വരില്ല, എംപ്ലോയർ NICയിൽ വ്യത്യാസം വരില്ല. കാരണം ഇതിനൊക്കെ വ്യത്യാസം വരണമെങ്കിൽ സാലറി കൊടുക്കണം. ഓക്കെ, അപ്പോൾ അവിടെ അതിൽ വ്യത്യാസമില്ല.
അപ്പോൾ ഈ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് ഡിവിഡൻ്റ് ആയിട്ട് ഓണേഴ്സിന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കോർപ്പറേഷൻ ടാക്സിലും റിഡക്ഷൻ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഡിവിഡൻ്റ് ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് അഡീഷണലി വരുന്ന ടാക്സ് 150,398 ആണ്. ഓക്കെ, മറ്റേതിൽ എത്രയായിരുന്നു? 124,518, 150,398. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഈ NIC-യിലൊന്നും ചേഞ്ച് ഇല്ല എന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. അതായത് NIC-യിൽ എന്തുകൊണ്ട് അഡീഷണൽ NIC വരുന്നില്ല? ഓക്കെ, സോ ഡിവിഡൻഡ് ഈസ് നോട്ട് സബ്ജക്ട് ടു NIC. അതൊന്ന് പറയാം. പിന്നെ അതേപോലെ ഡിവിഡൻഡ് ഈസ് ഇഷ്യൂഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഫ്രം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്നാണ് ഡിവിഡൻഡ് എടുത്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് കോർപ്പറേഷൻ ടാക്സിലും ചേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കമ്പ്യൂട്ടേഷനിൽ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ ഡിവിഡൻ്റ് ആയിട്ട് കൊടുക്കും. നമ്മളോട് ഇതിൻ്റെ വേറെ ഏതാണ് ബെനിഫിഷ്യൽ അങ്ങനെ അഡ്വൈസ് ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ പറഞ്ഞു. ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുമ്പോൾ അഡീഷണൽ ടാക്സ് കൂടുതൽ വരുന്നത് ഡിവിഡൻ്റ് ആയിട്ട് വിഡ്രോ ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ബെറ്റർ ഏതാണ്? ബോണസ് വിഡ്രോ ചെയ്യുന്നതാണ് ബെറ്റർ. അപ്പോൾ ഒരിക്കലും നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ലെങ്കിൽ വിച്ച് ഈസ് ബെറ്റർ എന്നുള്ളൊരു അഡ്വൈസ് കൊടുക്കുകയേ വേണ്ട. കാൽക്കുലേറ്റ് ആണ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ കാൽക്കുലേറ്റ് മാത്രം ചെയ്യുക, അഡ്വൈസ് കൊടുക്കണ്ട. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബി റിക്വയർമെൻറ്റിൻ്റെ 2 ആൻസേഴ്സ്. ഇനി അടുത്തത് നമുക്ക് ഡൗട്ട് എന്താ? പേഴ്സണൽ അലവൻസ് ഇല്ലല്ലോ. ഞാൻ 0 അപ്പുറത്തും കൂടി ഇട്ടു എന്നേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. പേഴ്സണൽ അലവൻസ് ഇല്ലാത്തതുകൊണ്ട് 0 രണ്ട് സ്ഥലത്തും കാണിക്കേണ്ട ആവശ്യമില്ല. ഞാനത് അപ്പുറത്ത് ഇട്ടു വന്നതാണ്. അതായത് നമ്മുടെ ഇൻകം അത്രയും ഹൈ അല്ലേ. നമുക്ക് 125, 140ൻ്റെ മേലെ അഡ്ജസ്റ്റഡ് നെറ്റ് ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടൂല? പേഴ്സണൽ അലവൻസ് കിട്ടൂല. ഇവിടെ ഡിവിഡൻഡ് ഇൻകം തന്നെ 3,75,000 ഉണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് പേഴ്സണൽ അലവൻസ് ഉണ്ടാവില്ല. 2 സിറ്റുവേഷനിലും പേഴ്സണൽ അലവൻസ് ഇല്ല. കാരണം നമുക്ക് ഹ്യൂജ് എമൗണ്ട് ആണ് ഇതായിട്ട് കിട്ടുന്നത്. ഓക്കെ ഓക്കെ ഇനി അടുത്ത് നമ്മുടെ ഒരു എത്തിക്സിൻ്റെ പോർഷനാണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, അപ്പം അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ദി അതർ മാറ്റേഴ്സ് വിച്ച് നീഡ് ടു ബി കൺസിഡേർഡ് ബൈ as and by GAIL in relation to the disclosure of the errors to HMRC. അപ്പോൾ എന്തൊക്കെയാണ് എറേഴ്സിൻ്റെ കാര്യം? ഒരു ഡിസ്ക്ലോഷറിൻ്റെ അൺഡിസ്ക്ലോഷറിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ഇവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കണതെന്ന് നോക്കാം. ഇവിടെ പോയി എവിടെ ഉണ്ടായിരുന്നല്ലോ സാധനം? അതാ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോൺ ഡിസ്ക്ലോഷർ ഓഫ് ഇൻകം. GAIL has realized that she has not declared some of her income in respect of the tax year 2021. As a result of this, her income tax liability of that tax year was understated. I have already explained the interest and penalties which may be charged in respect of this error. Okay, അപ്പോൾ ഓൾറെഡി 2020-21 ടാക്സ് ഇയറിലെ കാര്യമാണ്. അപ്പോൾ 2021 ടാക്സ് ഇയറിലൊരു അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള എറർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എറർ റിലേറ്റഡ് ആയിട്ട് ഇൻകം അണ്ടർസ്റ്റേറ്റഡ് ആണ്. അപ്പോൾ ഇൻകം ടാക്സ് അണ്ടർസ്റ്റേറ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റും പെനാൽറ്റിയൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഇനി ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റിക്വയർമെൻറ്റിൽ പറയുന്നത് ഒരു സെക്കൻഡേ. ഹലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട ഇതിലെന്താ? സ്റ്റേറ്റ് ദി അതർ മാറ്റേഴ്സ് വിച്ച് നീഡ് ടു ബി കൺസിഡേർഡ്. അപ്പോൾ ഇതിൽ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ, അപ്പോൾ അതിൻ്റെ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ആളോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം, ഇത് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് എന്തൊക്കെ കൺസിഡർ ചെയ്യണം
ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ അപ്പോൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് ദി ഇൻകം ഷുഡ് ഡിസ്ക്ലോസ് ടു HMRC. ഓക്കെ, ഇൻകം എന്തായാലും അല്ലെങ്കിൽ എറർ എന്തായാലും HMRCയുടെ അടുത്ത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് എന്താ പറയുക, അത് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് നമുക്ക് അഡ്വൈസ് ചെയ്യാം. ഓക്കെ, നമുക്കൊരിക്കലും നമുക്കായിട്ട് അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ടാക്സ് അഡ്വൈസർ ആണെങ്കിലും നമ്മുടെ ക്ലയൻ്റ് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ ആളുടെ പെർമിഷനോട് കൂടിയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ആള് തന്നെ അതെന്ത് ചെയ്യണം, ഡിസ്ക്ലോസ് ചെയ്യണം. പിന്നെ പിന്നെ ഇൻ കേസ് അത് അഡ്വൈസ് ചെയ്ത് ആളത് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇൻ കേസ് അത് ക്ലയൻറ്റ് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മൾ പിന്നീട് ചെയ്യേണ്ട കാര്യം, ഇങ്ങനെ ഒരു എറർ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എനി ഫർദർ അൺഡിസ്ക്ലോസ്ഡ് ഇൻകംസ് ഉണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് എൻക്വയറി ചെയ്യണം. ഓക്കെ, വേറെ ഏതെങ്കിലും അൺഡിസ്ക്ലോസ്ഡ് ഇൻകംസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറയണം. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഫോം ചെയ്യണം നമ്മുടെ ക്ലയൻറ്റിനെ. ദെൻ ഇതെല്ലാം ഇൻഫോം ചെയ്തതിന് ശേഷം ഇഫ് സ്റ്റിൽ ദി ക്ലയൻറ്റ് ഈസ് നോട്ട് വില്ലിംഗ് ടു ഡിസ്ക്ലോസ് ദി ഇൻകംസ് ഓർ എറേഴ്സ് ടു HMRC, നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നോ ലോങ്ങർ ബി ആക്ട് ആസ് എ ടാക്സ് അഡ്വൈസർ ഫോർ ഹെർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്യും. അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം കാഷ്വൽ ആയിട്ടുള്ള ഒരു അഡ്വൈസ് നടത്തും. അത് ചെയ്യുന്നില്ല എന്നിട്ടും അവർ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ലെങ്കിൽ ഫോർമലായിട്ട് നമ്മളൊരു ഫോർമൽ അഡ്വൈസ് നമ്മൾ നടത്തും. ലെറ്ററിൽ ബൈ ലെറ്റർ നമ്മൾ അവരെ ഇൻഫോം ചെയ്യും. എന്നിട്ടും അവരത് കേൾക്കുന്നില്ലെങ്കിൽ, അവർ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആ എൻഗേജ്മെൻറ്റിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് എൻഗേജ്മെൻറ്റിൽ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് അത് നമ്മൾ HMRCനെ ഇൻഫോം ചെയ്യും. ഓക്കെ, നമ്മൾ എൻഗേജ്മെൻറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തു എന്നുള്ളത് HMRCനെ ഇൻഫോം ചെയ്യും. എങ്കിൽ നമ്മൾ എന്ത് പറയില്ല, അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യില്ല. അത് പ്രത്യേകം എപ്പോഴും ഓർത്ത് വെക്കണേ. എന്തെങ്കിലും ഇതേപോലെയുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് എൻഗേജ്മെൻറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യേണ്ടി വരികയാണെങ്കിൽ വി ഷുഡ് ഇൻഫോം ദാറ്റ് വി ആർ നോ ലോങ്ങർ ബി എ പാർട്ട് ഓഫ് ദി അഡ്വൈസറി കമ്മിറ്റി ഓഫ് ദിസ് ഗൈ എന്നുള്ളത് നമ്മൾ HMRCനെ ഇൻഫോം ചെയ്യും. ബട്ട് അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഒരിക്കലും നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യില്ല. ഓക്കെ, പിന്നെ അവർ ഇൻഫോം ചെയ്യുക ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്നുള്ളത് ഇൻഫോം ചെയ്യുക. അത് ഇംപ്രിസൺമെൻറ്റ് വരെ കിട്ടാവുന്ന എന്താണ് ക്രിമിനൽ ഒഫൻസ് ആണ്. ഈ ഇൻകം അൺഡിസ്ക്ലോസ് ചെയ്ത് വെക്കുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ്. ഇംപ്രിസൺമെൻറ്റ് വരെ കിട്ടാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആളെ ഇപ്പോൾ ഇൻഫോം ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ റിപ്പീറ്റഡ്ലി ഈ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം, അപ്പോൾ നിങ്ങൾ ഈ അൺഡിസ്ക്ലോസ്ഡ് ആയിട്ടുള്ള ഇൻകംസിൻ്റെ ആൻസർ നല്ലപോലെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, കാരണം നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്, എത്തിക്സിൽ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ഒന്നെങ്കിൽ ഒരു ന്യൂ ക്ലയൻറ്റ്. ഓക്കെ, ന്യൂ ക്ലയൻറ്റ് വരുമ്പോൾ അതൊരു കമ്പനി ആണെങ്കിൽ, ന്യൂ ക്ലയൻറ്റ് നമ്മുടെ കമ്പനി ആണെങ്കിൽ, ന്യൂ ക്ലയൻറ്റ് ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ, ഇനീഷ്യലി അപ്പോൾ അവരുടെ എന്തൊക്കെ പ്രൂഫ് നമ്മുടെ കയ്യിൽ വേണം, അതേപോലെ എന്തൊക്കെയാണ് ഇനീഷ്യലി നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ, ഇതൊന്ന് നന്നായിട്ട് നോക്കി വെക്കുക. അത് എക്സാമിന് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ഏരിയ. എത്തിക്സിൽ ഒന്നല്ലെങ്കിൽ ന്യൂ ക്ലയൻറ്റ്, അല്ലെങ്കിൽ അൺഡിസ്ക്ലോസ്ഡ് ഇൻകം. പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നല്ലോ. പിന്നെ അതിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന്റെ ത്രെറ്റ്. ഓക്കെ, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്, ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന് ത്രെറ്റ് ഉണ്ടെങ്കിൽ അതിനെടുക്കാവുന്ന സേഫ് ഗാർഡ്സ്. ഓക്കെ, അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നോക്കി വെക്കേണ്ടത്. ഒന്ന്, പുതിയ ക്ലയൻറ്റ് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അൺഡിസ്ക്ലോസ്ഡ് ഇൻകംസ് ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പിന്നെ ഓരോ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് എന്തൊക്കെ, അതിന് വരാൻ സാധ്യതയുള്ള ത്രെറ്റ് എന്തൊക്കെ, ആ ത്രെറ്റിനുള്ള സേഫ് ഗാർഡ് എന്തൊക്കെ. ഈ 3 കാര്യങ്ങളാണ് എത്തിക്സിൽ നിന്ന് റിപ്പീറ്റഡ്ലി ചോദിക്കാറുള്ളൂ. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എല്ലാ ക്വസ്റ്റിനും ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന 5 മാർക്കാണ് എത്തിക്സ്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നന്നായിട്ടൊന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, സോ ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, IHT. ഇതിൽ IHT ഉണ്ടോ? ഓക്കെ, ഒരു IHTൻ്റെ പോർഷനും കൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ IHTയിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്
ഒരു 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദി ഇൻഹെറിറ്റൻസ് ടാക്സ് അഡ്വാൻറ്റേജസ് ഓഫ് മേക്കിംഗ് ലൈഫ് ടൈം ഗിഫ്റ്റ് ടു. ഓക്കെ, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 7 മാർക്സ് ആണ്. അതായത് ലൈഫ് ടൈം ഗിഫ്റ്റുകൾ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് ജനറലി എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ലൈഫ് ടൈം ഗിഫ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയായിരിക്കും ലൈഫ് ടൈം? അപ്പോൾ ഓരോന്നോരോന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. ദെൻ അപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണേ. 7 മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്, അപ്പോൾ അത്രത്തോളം എക്സ്പ്ലനേഷൻ അതിൽ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈഫ് ടൈമിൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് ലൈഫ് ടൈം എക്സംഷൻസ്. ലൈഫ് ടൈമിൽ ഗിഫ്റ്റുകൾക്ക് മാത്രം കിട്ടുന്ന എക്സംഷൻസ് ആണ് ഈ പറയുന്ന ആനുവൽ എക്സംഷൻ, പിന്നെ മാരേജ് ഗിഫ്റ്റ് എക്സംഷൻ, അതേപോലെ സ്മോൾ ഗിഫ്റ്റ് എക്സംഷൻ. ഈ പറയുന്ന ഗിഫ്റ്റുകളൊക്കെയും ഈ പറയുന്ന എക്സംഷൻസ് എല്ലാം നമുക്ക് എന്തേ പറ്റുള്ളൂ? ലൈഫ് ടൈമിൽ ഗിഫ്റ്റ് കൊടുക്കുമ്പോഴേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ലൈഫ് ടൈം എക്സംഷൻസ് നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് പറയാം. പിന്നെ അതേപോലെ നമുക്ക് പറയാൻ പറ്റാം, ഇപ്പം നമ്മൾ ചെയ്യുന്നത് പെറ്റാണെങ്കിൽ ഫോർ പൊട്ടൻഷ്യൽ എക്സംപ്റ്റ് ഫോർ ഗിഫ്റ്റ് ടു ഇൻഡിവിജ്വൽസ്. പെറ്റ് എന്ന് പറയണമെന്നില്ല. ഇപ്പോൾ ഇൻഡിവിജ്വൽസിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ, ഇൻഡിവിജ്വൽസിന് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഡേ ഓഫ് ട്രാൻസ്ഫർ അത് പെറ്റാണ്. ഡേ ഓഫ് ട്രാൻസ്ഫർ അത് പെറ്റായിരിക്കും. ദെൻ ഇഫ് ദി ഡോണർ ഡൈസ് ആഫ്റ്റർ 7 years അത് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആവും. ഓക്കെ, അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ലൈഫ് ടൈമിൽ ഒരു ഇൻഡിവിജ്വലിന് കൊടുക്കാനുള്ള ഗിഫ്റ്റ് കൊടുത്തു, ദെൻ ഡോണർ 7 year കഴിഞ്ഞിട്ട് മരിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആയിട്ട് ആ ഗിഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം. പിന്നെ അതേപോലെ മൂന്നാമത് CLTൻ്റെ കേസ്. ലൈഫ് ടൈമിൽ CLTക്ക് 20% ഉള്ളൂ. ഇൻ കേസ് ഡോണർ 7 year കഴിഞ്ഞിട്ടാണ് മരിക്കുന്നതെന്നുണ്ടെങ്കിൽ അഡീഷണൽ ടാക്സ് വരില്ല. ഓക്കെ, അപ്പോൾ CLTൻ്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ നമുക്ക് ലൈഫ് ടൈം ഗിഫ്റ്റ് കൊടുക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അസറ്റ്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ആയിക്കഴിഞ്ഞാൽ അത് കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ അസറ്റ്സിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കുന്ന ഡേറ്റിനേക്കാളും ഡെത്തിൻ്റെ സമയമാകുമ്പോഴേക്കും, ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഡേറ്റിലെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ IST കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ISTയിൽ കൺസിഡർ ചെയ്യൂല. അപ്പോൾ വാല്യൂ ഇൻക്രീസ്ഡ് ആവുന്ന അസറ്റുകൾക്ക് നേരത്തെ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. ഓക്കെ, പിന്നെ അത് നമുക്ക് പറയാം. പിന്നെ അതേപോലെ ലൈഫ് ടൈമിൽ ട്രാൻസ്ഫർ നടത്തി 7 yearനുള്ളിൽ ഡോണർ മരിച്ചെങ്കിലും അറ്റ്ലീസ്റ്റ് 3 years എങ്കിലും ഡോണർ എലൈവ് ആണെങ്കിൽ നമുക്ക് ടേപ്പർ റിലീഫ് കിട്ടും. ഓക്കെ, അപ്പോൾ ടേപ്പർ റിലീഫിൻ്റെ കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ടേപ്പർ റിലീഫ് 20, 40, 60, 80 ആ പെർസെൻറ്റേജിൽ ടേപ്പർ റിലീഫ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ ലൈഫ് ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്? പിന്നെ ഇഫക്റ്റീവ് യൂസേജ് ഓഫ് നിൽ റേറ്റ് ബാൻഡ്. നമുക്ക് ലൈഫ് ടൈമിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഗ്യാപ്പ് ഇട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും. ഡെത്തിൻ്റെ സമയത്ത് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ഗ്യാപ്പ് ഒന്നും ഇടാൻ പറ്റില്ലല്ലോ, മരിച്ചു പോയല്ലേ. അപ്പോൾ ലൈഫ് ടൈമിൽ ഗിഫ്റ്റുകൾ കൊടുക്കുമ്പോൾ ഒരു 7 year ഗ്യാപ്പ് ഇട്ട് എഫക്റ്റീവ്ലി ട്രാൻസ്ഫർ CLTs 7 year ഗ്യാപ്പിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിൽ റേറ്റ് ബാൻഡ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ലൈഫ് ടൈമിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ് കൊടുക്കേണ്ടത്. 7 മാർക്ക് നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ആക്ച്വലി IST പ്ലാനിംഗ് എന്ന് പറഞ്ഞത്. നേരത്തെ ഞാൻ പറഞ്ഞില്ല, ISTയിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് പ്ലാനിങ് ചോദിക്കാറുണ്ട്. അപ്പോൾ ISTൻ്റെ ഒരു തിയറട്ടിക്കൽ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ രീതിയിലൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മിക്കപ്പോഴും ഈ ലൈഫ് ടൈം ഗിഫ്റ്റുകളുടെ ബെനിഫിറ്റുകൾ IST പ്ലാനിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് തിയറട്ടിക്കലായിട്ട് മിക്കപ്പോഴും വരാറുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇനി നെക്സ്റ്റ് ഇതിൽ തന്നെ ഡിയിൽ തന്നെ രണ്ടാമത്തെ റിക്വയർമെൻറ്റ്, in respect of the possible gift of 1500 shares in Omnium Limited to Gale, calculate the fall in value of Brad's estate which will result from the gift. ഇപ്പോൾ fall in value, diminution in value ആണ് നമ്മൾ എടുക്കുക. ഓക്കെ, അതായത് IHTയിൽ ഏത് അസറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും, ഓക്കെ, ഇപ്പോൾ ഏത് അസറ്റ് ആണെങ്കിലും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ അസറ്റിൻ്റെ
മാർക്കറ്റ് വാല്യൂ അല്ല ആക്ച്വലി എടുക്കുന്നത്. ഓക്കെ, നമ്മൾ ആക്ച്വലി എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർത്തിൽ വരുന്ന റിഡക്ഷൻ, ഡിമിന്യൂഷൻ ആണ് എടുക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഞാനത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല, നോക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള എൻ്റെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ അസറ്റ്, എൻ്റെ കയ്യിൽ കുറേ അസറ്റ്സ് ഉണ്ട്. ഓക്കെ, എൻ്റെ കയ്യിൽ കുറേ ലാൻഡും ബിൽഡിങ്ങും പ്രോപ്പർട്ടീസും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് കുറേ അസറ്റ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ടോട്ടൽ അസറ്റ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു 1 മില്യൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ 1 മില്യണിൽ നിന്ന്, അപ്പോൾ ഇതിൽ ലാൻഡൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഈ 1 മില്യണിൽ നിന്ന് ഞാനൊരു 10 സെൻറ്റ് ലാൻഡ് എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അപ്പോൾ ഈ 10 സെൻറ്റ് ലാൻഡിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഒരു 120,000 10 സെൻറ്റ് ലാൻഡിന് മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുൻപ്, ബിഫോർ മേക്കിംഗ് ദിസ് ട്രാൻസ്ഫർ, ഐ ഹാഡ് 1 മില്യൺ വർത്ത്. എൻ്റെ അസറ്റിൻ്റെ വർത്ത് 1 മില്യൺ ആണ്. അപ്പോൾ ഈ ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ, ആഫ്റ്റർ ട്രാൻസ്ഫർ, എൻ്റെ കയ്യിലുള്ള അസറ്റ്സിൻ്റെ വർത്ത് എന്ന് പറയുന്നത് 880,000 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഗിഫ്റ്റ് ചെയ്ത അസറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ 120,000 ആണ് ഗിഫ്റ്റ് ചെയ്ത അസറ്റിൻ്റെ വാല്യൂ. അപ്പോൾ ആക്ച്വലി ഈ 120,000 എന്ന് പറയുന്നത് 10 സെൻറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ അല്ല ആക്ച്വലി. ഓക്കെ, നമ്മൾ IHT പർപ്പസിൽ നോക്കുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്ന അസറ്റ്സിൻ്റെ മാർക്കറ്റ് വാല്യൂ അല്ല ഗിഫ്റ്റ് വാല്യൂ ആയിട്ട് എടുക്കുക. നമ്മൾ എടുക്കുക ബിഫോർ ട്രാൻസ്ഫർ. ഞാനൊരു ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ്, ബിഫോർ ട്രാൻസ്ഫർ എൻ്റെ കയ്യിലുള്ള അസറ്റ്സിൻ്റെ വർത്ത് എത്രേ, ആഫ്റ്റർ ട്രാൻസ്ഫർ എൻ്റെ കയ്യിലുള്ള അസറ്റിൻ്റെ വർത്ത് എത്രേ. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ബിഫോർ ട്രാൻസ്ഫർ ആൻഡ് ആഫ്റ്റർ ട്രാൻസ്ഫർ, ദാറ്റ് ഡിഫറൻസ് ഈസ് ദി വാല്യൂ ഓഫ് ദി ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഡയറക്ട്ലി ഈ മാർക്കറ്റ് വാല്യൂ 120,000 എടുത്തതല്ല ഗിഫ്റ്റിൻ്റെ വാല്യൂ. ഇത് ഫൈൻഡ് ഔട്ട് ചെയ്തത് എങ്ങനെയാണ്? ബിഫോർ ട്രാൻസ്ഫർ എൻ്റെ കയ്യിലുള്ള അസറ്റ്സിൻ്റെ വർത്ത് എത്ര ഉണ്ടായിരുന്നു, ആഫ്റ്റർ ട്രാൻസ്ഫർ അത് എത്രയായിട്ട് കുറഞ്ഞു. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു വിൽ ബി ദി ഗിഫ്റ്റ് വാല്യൂ. അപ്പം മിക്കവാറും ഒരു 99% കേസസിലും ട്രാൻസ്ഫർ ചെയ്യുന്ന ഗിഫ്റ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ തന്നെയാണ് ഗിഫ്റ്റ് വാല്യൂ ആയിട്ട് വരിക. ഓക്കെ, മാർക്കറ്റ് വാല്യൂ ഡിമിന്യൂഷൻ ഇൻ വാല്യൂ മിക്കവാറും കേസുകളിൽ സെയിം ആയിരിക്കും. പക്ഷേ നമ്മൾ ഈ ഷെയറുകളുടെ ഗിഫ്റ്റുകൾ നടത്തുമ്പോൾ അതിൽ വ്യത്യാസം വരും. ഓക്കെ, ഷെയറിൻ്റെ വർത്തിൽ വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ നമ്മളോട് അതാണ് ഇപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദി fall in value of Brad's estate which will result from the gift. അപ്പോൾ ഇവിടെ നമുക്ക് ഗിഫ്റ്റ് കൊടുത്ത കാര്യം ഒന്ന് നോക്കാം. അപ്പോൾ അവസാനത്തെ ആ ഒരു പോർഷൻ നമ്മൾ വായിച്ചിട്ടില്ല. ബ്രാഡിൻ്റെ കേസാണ്. ബ്രാഡ് എന്ന് പറഞ്ഞാൽ ഗെയിലിൻ്റെ ഫാദറാണ്. ഓക്കെ, extract from memorandum prepared by your manager dated 1st June 25. Brad background. Gail's father Brad is 70-year-old and is married to Laura. He has always been UK domiciled. Inheritance tax planning. Brad's estate is worth approximately 5 million. He has not made any lifetime gifts, and in his will, he intend to leave half of his estate to his daughter, Gail, and other half to his wife, Laura. Okay, I pointed out that it may be advantageous to make a lifetime gift to Gail. Brad agreed to consider giving Gail 1,500 of his shares in Omnium Limited and has asked for a general summary of the inheritance tax advantages of making lifetime gift to individuals. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത്. ലൈഫ് ടൈം ഗിഫ്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി Omnium Limited is an unquoted company. Brad was given his share in the company by his wife on 1st January 21. The ownership of the share capital of Omni Limited is set out below. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഇതിൻ്റെ വർത്ത് ബിഫോർ ട്രാൻസ്ഫർ ബ്രാഡിന് ഇവിടെ എത്ര ഷെയർസ് ഉണ്ടായിരുന്നു? 3,000 ഷെയർസാണ് ബിഫോർ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നത്. ഓക്കെ, ആഫ്റ്റർ ട്രാൻസ്ഫർ അപ്പോൾ ഈ 3,000 ഷെയറിൽ നിന്നാണ് എത്ര ഷെയർ എടുത്ത് ഗെയിലിന് കൊടുത്തത്? 1,500. അപ്പോൾ ബിഫോർ ട്രാൻസ്ഫർ, ആഫ്റ്റർ ട്രാൻസ്ഫർ ഷെയറിൻ്റെ വർത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഷെയർ ഉണ്ടെങ്കിൽ ഷെയറിൻ്റെ വർത്ത് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 3,000 ഷെയർ ആണ് ബിഫോർ ട്രാൻസ്ഫർ ഉള്ളതല്ലേ, ഗിഫ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ്.
അപ്പോൾ ബിഫോർ ട്രാൻസ്ഫർ 30% ആണ് അല്ലേ? ഇവിടെ ടോട്ടൽ എത്ര ഷെയർ ഉണ്ട്? 10,000. അപ്പോൾ ബിഫോർ ട്രാൻസ്ഫർ 30% ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് ഈ ഷെയറിൻ്റെ വർത്ത് എന്ന് പറയുന്നത് 3,000 ഇൻറ്റു 30% ആണ് ഷെയർ ഹോൾഡിംഗ് എങ്കിൽ 205. അപ്പോൾ ബിഫോർ ട്രാൻസ്ഫർ ഈ ഷെയറിൻ്റെ വർത്ത്, ഇയാളുടെ കയ്യിലുള്ള ഷെയറിൻ്റെ വർത്ത് 6,15,000 ആണ്. 2 അയ്യോ ഇവിടെ ഇതില്ലേ, വൈഫില്ലേ? അപ്പോൾ ഇവിടെ ഈ വാല്യുവേഷൻ എടുക്കുമ്പോൾ നമുക്ക് കണക്റ്റഡ് പേഴ്സൺസ് ഉണ്ടെങ്കിൽ അവരുടെയും കൂടി ഷെയർ ഹോൾഡിംഗ് കൂട്ടിയിട്ടാണ് നമ്മൾ വാല്യുവേഷൻ എടുക്കുക കേട്ടോ. അതായത് ഇവിടെ ബ്രാഡിൻ്റെ ഷെയർ ഹോൾഡിംഗ് 3,000, ബ്രാഡിൻ്റെ വൈഫിൻ്റെ ഷെയർ ഹോൾഡിംഗ് 4,500, ദെൻ അതേപോലെ ലോറേൻ്റെ ബ്രദർ. അപ്പോൾ ഇവർ കണക്റ്റഡ് പേഴ്സൺസ് ആണ്. അപ്പോൾ ഈ കണക്റ്റഡ് പേഴ്സൺസ് ആവുമ്പോൾ അവരുടെ എല്ലാവരുടെയും ഷെയർ ഹോൾഡിംഗ് പേഴ്സൻറ്റേജ് ആണ് നമ്മൾ നോക്കുക. അപ്പോൾ ബിഫോർ ട്രാൻസ്ഫർ ഇയാളുടെ കയ്യിലുള്ള ഷെയർസ് 3,000 ഷെയർസ് ആണ്. പക്ഷെ അതിൻ്റെ വേർത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ കണക്റ്റഡ് പേഴ്സൺസിൻ്റെ എല്ലാവരുടെയും ഷെയർ ഹോൾഡിങ്ങിൻ്റെ പേഴ്സൻറ്റേജിൻ്റെ വേർത്താണ് നോക്കുക. ഓക്കെ, അപ്പോൾ ബ്രാഡിൻ്റെ 3,000 ഷെയർസ് ഉണ്ട്, ബ്രാഡിൻ്റെ വൈഫ് ലോറയ്ക്ക് 4,500 ഷെയർസ് ഉണ്ട്, ദെൻ ലോറസ് ബ്രദർ 1,500 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയായി ഷെയർ ഹോൾഡിംഗ് എന്ന് പറയുന്നത്? 3,000, 4,500 പ്ലസ് 1,500, 6,000. അപ്പോൾ 90% അല്ലേ? 90% ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. 90 ആണോ? എത്ര? 6, 6, 3, 9. 90% ഷെയർ ഹോൾഡിംഗ് ഉണ്ട്. അപ്പോൾ മോർ ദാൻ 80 ആകുമ്പോൾ ഒരു സെക്കൻഡ്, ഞാൻ ചെറിയൊരു ക്ലാരിറ്റി ഒന്ന് വരുത്തിക്കോട്ടെ. ഒരു സെക്കൻഡ്, പറഞ്ഞു വന്നപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു. ശരിടാ, എവിടെയായിരുന്നു? ഏത് പോയിന്റിലാണ് നോക്കുന്നില്ലല്ലോ. സാറേ സ്പെഷ്യൽ വാല്യുവേഷൻ റൂൾസ് അതിൻ്റെ അകത്താ. സ്പെഷ്യൽ വാല്യുവേഷൻ റൂൾസ് ചാപ്റ്റർ 23 ഡെത്തിലുള്ളതല്ലേ? കോട്ടഡ് ഷെയർസ്, ഓക്കെ. ആരൊക്കെയാണ് കണക്റ്റഡ് പേഴ്സൺസ്? ഓക്കെ, നമുക്ക് CGT-യിലാണ് കണക്റ്റഡ് പേഴ്സൺസിൽ ഇങ്ങനെ വരുന്നുണ്ടാവും. മറ്റെന്താണ്, നമ്മുടെ സ്പൗസിൻ്റെ ബ്രദർ, സിസ്റ്റർ ഒക്കെ വരുന്നത് CGT-യിലാണ്. ഓക്കെ, അപ്പോൾ അവിടെ ചെറിയൊരു കൺഫ്യൂഷൻ വന്നു പോയി. അപ്പോൾ ഇതിൽ നമ്മൾ വാല്യുവേഷൻ എടുക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ടുഗദർ ആയിട്ടുള്ളത് എടുക്കുകയുള്ളൂ. അപ്പോൾ വൈഫിൻ്റെ ബ്രദറിൻ്റെത് എടുക്കൂല. ഓക്കെ, അപ്പോൾ അത് CGT-യിലാണ് കണക്റ്റഡ് പേഴ്സൺസ് വരുമ്പോൾ നമ്മൾ വൈഫിൻ്റെ ബ്രദർ, വൈഫിൻ്റെ പാരൻസ് ഒക്കെ നമ്മൾ കൺസിഡർ ചെയ്യുക. IST-യിൽ വരുമ്പോൾ ഈ വാല്യുവേഷൻ നമ്മൾ ബ്രാഡിൻ്റെയും ലോറയുടെയും മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കൂടി 3,000 and 4,500
അപ്പോൾ എത്ര വന്നു? 7500. ഓക്കെ, അപ്പോൾ 7500 എന്ന് പറയുമ്പോൾ 75%. അപ്പോൾ 75% ആകുമ്പോൾ 290. ഓക്കെ, അപ്പോൾ ബിഫോർ ട്രാൻസ്ഫർ ഈ ഷെയറിൻ്റെ വർത്ത് എന്ന് പറയുന്നത് 3000 ഇൻറ്റു 290 ആണ് ബിഫോർ ട്രാൻസ്ഫർ. ദെൻ ആഫ്റ്റർ ട്രാൻസ്ഫർ ആകുമ്പോൾ ഇയാളുടെ കയ്യിൽ 1500 ഷെയർസ് ഉണ്ട്. അപ്പോൾ വൈഫിൻ്റെ ഷെയറിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ 4500 പ്ലസ് 1500, അപ്പോൾ 6000 ആയിരിക്കും ആഫ്റ്റർ ട്രാൻസ്ഫർ ഇവരുടെ ഷെയർ ഹോൾഡിംഗ്. അപ്പോൾ 6000 എന്ന് പറയുമ്പോൾ എത്ര വരും? 240 വരും. ഓക്കെ, അപ്പോൾ 240 ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ടാമത് എടുക്കുമ്പോൾ ആഫ്റ്റർ ട്രാൻസ്ഫർ 1500 പ്ലസ് 4500ൻ്റെ വാല്യുവേഷനാണ് എടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കുക 3000 പ്ലസ് 4500ൻ്റെ വാല്യുവേഷൻ എടുക്കും. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ട്രാൻസ്ഫർ ആളുടെ കയ്യിലുള്ള ഷെയറിൻ്റെ നമ്പർ 1500. അപ്പോൾ അതിൻ്റെ വാല്യുവേഷൻ എടുക്കുമ്പോൾ 6000ൻ്റെ 60%ൻ്റെ എടുക്കും. അത് 240 വരും. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ ട്രാൻസ്ഫർ 360. അപ്പോൾ വാല്യൂ ട്രാൻസ്ഫേർഡ് എന്ന് പറയുന്നത് 5,10,000 ആയിരിക്കും വാല്യൂ ട്രാൻസ്ഫേർഡ്. ഓക്കെ, അപ്പം ഇങ്ങനെയായിരിക്കും നമ്മുടെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം അതിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് അടുത്ത റിക്വയർമെൻറ്റ് എന്താണ്? നെക്സ്റ്റ് റിക്വയർമെൻറ്റ് provide a detailed explanation on whether or not business property relief would be available in respect of the gift. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ BPR അവൈലബിൾ ആണോ എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമുക്ക് ക്വാളിഫയിങ് ആയിട്ടുള്ള അസറ്റ്സ്, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു അൺകോട്ടഡ് ട്രേഡിംഗ് കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ അൺകോട്ടഡ് കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ എല്ലാ സെഷനിലും ചോദിക്കുന്ന സംഭവമാണ് ഈ BPRൻ്റെ കണ്ടീഷൻസ്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതിൽ ഈ കമ്പനി എന്ത് ടൈപ്പ് കമ്പനിയാണ്, BPR കിട്ടുമെന്ന് അറിയാനായിട്ട് കമ്പനിയുടെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടോ? കമ്പനി അൺകോട്ടഡ് കമ്പനി അല്ലേ? അൺകോട്ടഡ് ആണ്. യെസ്, ഓക്കെ, അൺകോട്ടഡ് കമ്പനിയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ എന്തില്ല, അപ്പോൾ എക്സ്പ്ലനേഷൻ മുഴുവൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് അൺകോട്ടഡ് കമ്പനിയാണ്. ദെൻ അതേപോലെ അതിൻ്റെ ഹോൾഡിംഗ് പീരിയഡിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുക. 2 years എങ്കിലും അത് ഷെയർ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, പിന്നെ അതിൻ്റെ BPRൻ്റെ എക്സ്പ്ലനേഷൻ മുഴുവൻ കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഡെത്തിൻ്റെ സമയത്ത് BPR കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻസ്, ഡെത്തിൻ്റെ സമയത്ത് എന്തായിട്ടുണ്ടാവണം, ഈ അസറ്റ് ഇയാൾ തന്നെ ഹോൾഡ് ചെയ്തിട്ടുണ്ടാവണം. ആ കണ്ടീഷൻസ് BPRൻ്റെ എക്സ്പ്ലനേഷൻ മുഴുവൻ അങ്ങ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ISTയിൽ ഇതേപോലെ തന്നെയാണ് എപ്പോഴും സാധനങ്ങൾ വരാറുള്ളൂ. BPR എന്തായാലും നോക്കി വെച്ചോളൂ, എന്തായാലും എക്സാമിന് വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ BPRൻ്റെ എക്സ്പ്ലനേഷൻ ഡയറക്റ്റ്ലി തന്നെ ചോദിക്കുന്നതാണ്. അപ്പോൾ BPRൻ്റെ കണ്ടീഷൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ 8 മാർക്കിൻ്റെ റിക്വയർമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ 8 മാർക്ക് നമുക്ക് IST എന്ന് ചോദിച്ചിരിക്കുന്നത് ആദ്യം കംപ്ലീറ്റ്ലി ജനറൽ തിയറിറ്റിക്കൽ എക്സ്പ്ലനേഷൻ, പിന്നെ സിമ്പിൾ വീണ്ടും എക്സ്പ്ലനേഷൻ തന്നെയാണ് BPRൻ്റെ എക്സ്പ്ലനേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഏരിയാസ് ഈ ക്വസ്റ്റ്യൻ എടുത്ത് എന്തായാലും നന്നായി. അപ്പോൾ അതിൽ ISTയിൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസർ എനിക്കൊന്ന് ഷെയർ ചെയ്യും. കുറച്ച് പേര് ആൻസർ അയച്ചിട്ടുണ്ട്, ഞാൻ കണ്ടു. പക്ഷേ നോക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. രാവിലെ ഒരു 9 മണി 9:30 തൊട്ടിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലും നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ആയിട്ട് തന്നെ ഓടി നടക്കുകയായിരുന്നു. അപ്പോൾ ഞാനതൊന്ന് രാത്രി ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. വാല്യുവേഷൻ ചെയ്തിട്ട് ഞാൻ അയച്ചു തരാം ഓരോരുത്തരുടെയും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെയ്തിട്ട് അയക്കുക കേട്ടോ മക്കളെ. അപ്പോൾ നാളെ നമുക്ക് മോർണിംഗ് പറഞ്ഞ പോലെ ക്ലാസ് ഉണ്ടാവും. ടൈമിംഗ് ഞാൻ പറയാം, കാരണം എന്തായാലും ഇന്ന് കിടക്കാൻ ഒത്തിരി ലേറ്റ് ആവും. എല്ലാവരുടെയും വാല്യുവേഷൻ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ ഞാൻ പറയാം ടൈമിംഗ് എപ്പോഴാണ് മോർണിംഗ് സെഷൻ എന്നുള്ളത് ഞാൻ പറയാം ഗ്രൂപ്പിൽ. ഓക്കെ, സോ അപ്പോൾ ഓക്കെ ഗൈസ്, നമുക്ക് നാളെ വീണ്ടും കാണാം.